ശ്രീ എസ് ഒരു പരിധിവരെ ഇവിടെ സംസാരിച്ചിരുന്ന ഒരു ഭാഗത്തെക്കുറിച്ച് ശ്രീ KVS പറയുകയുമുണ്ടായി. വോട്ട് ശതമാനം വർദ്ധിപ്പിക്കും എന്നതടക്കമുള്ള കാര്യങ്ങൾ, അതിൻ്റെ ഒരു സാഹചര്യം പരിശോധിക്കേണ്ടത്. അതോടൊപ്പം തന്നെ ഇവിടെ ശ്രീ അജിത്ത് സൂചിപ്പിച്ചൊരു വിഷയമുണ്ട്. ഇത്തരം വിഷയങ്ങളിൽ, അതായത് സർക്കാരിനെതിരായ ആരോപണങ്ങളിലേക്ക് മാത്രം കാര്യങ്ങൾ കൊണ്ടുപോകാനുള്ളൊരു നീക്കം പൊതുവായി നടന്നു എന്നത്, അത് ഈ പറഞ്ഞതുപോലെ തന്നെ തെരഞ്ഞെടുപ്പിനെ ലക്ഷ്യം കണ്ടുകൊണ്ടുള്ള ഒരു വിഷയം മാത്രമായി കരുതണോ? ഞാനൊന്ന് ചോദിക്കട്ടെ, ഇത് തെരഞ്ഞെടുപ്പിനെ മുന്നിൽ കണ്ടുകൊണ്ടാണോ ഈ ആരോപണങ്ങളൊക്കെ നമ്മുടെ സംസ്ഥാനത്ത് ഉയർന്നു വന്നത്? ഈ ആരോപണങ്ങൾ, പല ആരോപണങ്ങൾ ഉയർത്തിക്കൊണ്ടുവന്നത് ഭരണകക്ഷിയുടെ ഭാഗത്തു നിന്ന് തന്നെയല്ലേ? ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഭൂമി പതിച്ചു കൊടുത്തത് സംബന്ധിച്ച് വന്നിട്ടുള്ള ആക്ഷേപങ്ങൾ, ആരത് KPCC പ്രസിഡൻ്റല്ലേ നമ്മുടെ രാജ്യത്ത് വളരെ ശക്തമായതിനെതിരായിട്ട് പറഞ്ഞത്? ഇടതുപക്ഷവും പറഞ്ഞു, പക്ഷേ അതിന് കുറച്ചുകൂടി ആക്കം കൂട്ടത്തക്ക രീതിയിലുള്ള മറ്റേ പ്രസ്താവനകളും പരാമർശങ്ങളുമൊക്കെ KPCCയുടെ ഭാഗത്തു നിന്നും KPCC അധ്യക്ഷൻ്റെ ഭാഗത്തു നിന്ന് തന്നെ നമ്മുടെ സംസ്ഥാനത്ത് വന്നില്ലേ? ഇതൊക്കെ ഇവിടെ പ്രതിപക്ഷം ഇവരുടെ ശോഭ കെടുത്തുന്നതിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയ ആരോപണമാണോ? ചെയ്തതാണിത്. ചെയ്ത കാര്യങ്ങളിലുള്ള കുറ്റബോധമാണ് ഇപ്പോൾ ഈ അനുഭവിക്കുന്നത്. അതിന് മറ്റുള്ളവരെ പഴി പറഞ്ഞിട്ട് എന്ത് ചെയ്യാനാണ്? അത് നോക്കണമായിരുന്നു. ഭരണരംഗത്തിരിക്കുന്ന ആളുകൾ, ഭരണത്തിൻ്റെ തലപ്പത്തിരിക്കുന്ന ആളുകൾ, തങ്ങളെ ജനങ്ങൾ അല്ലെങ്കിൽ മറ്റേ നമ്മുടെ സമൂഹം അവരെ വേറൊരു കണ്ണിലൂടെയാണ് നോക്കിക്കാണുന്നത്. ഈ വക പ്രശ്നങ്ങളിലെന്നും മനസ്സിലാക്കാനുള്ള അറിവും ബുദ്ധിയില്ലായ്മയെന്ന് നമ്മളെ കുറ്റം പറഞ്ഞിട്ട് എന്താ കാര്യം? ഈ ആരോപണങ്ങൾ മുഴുവൻ ഉണ്ടാക്കിയത് പ്രതിപക്ഷം ഉണ്ടാക്കിയ ആരോപണം ഏതാ? ഒന്ന് പറ. ഇപ്പോൾ ബാർക്കോഴ തന്നെ ആരാ ഉണ്ടാക്കിയത്? ബാർക്കോഴക്കാരുടെ കയ്യിൽ പോയി കളിക്കുകയല്ലേ ചെയ്തത്. അവരോട് കാശ് വാങ്ങി എന്നുള്ളതൊക്കെ എല്ലാവർക്കും അറിയാം. ഇവിടെ ഇരിക്കുന്ന എൻ്റെ കൂടെ ഇരിക്കുന്ന സുഹൃത്തുക്കൾക്കും അറിയാം. ഇതൊക്കെ പരസ്യമായിട്ട് പറഞ്ഞ് ഇതിങ്ങനെ വിഴുപ്പലക്കിയത് മുഴുവൻ ഭരണമുന്നണിയിലെ തന്നെ ചക്കളത്തി പോരാട്ടത്തിൻ്റെ ഭാഗമായിട്ടാണ്, ഇല്ലേ? അപ്പോൾ ഇതൊക്കെ അനുഭവിക്കേണ്ടി വരുന്ന ഒരു ഭരണ സംവിധാനത്തിന് ഇതിൽ കൂടുതൽ എന്താണ് ജനങ്ങളിൽ നിന്ന് ഉണ്ടാവേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ സാവകാശം ജനാധിപത്യപരമായ രീതിയിൽ ചിന്തിക്കുക. ആ ഒരു ദുരന്തം ഈ UDFന് ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകുമെന്നുള്ളതിൻ്റെ തന്നെ പ്രത്യക്ഷ ഉദാഹരണമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന സർവേകളിലൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിനകത്ത് ഒരു വലിയ മാറ്റം ഒന്നും ഉണ്ടാകാൻ പോകുന്നില്ല എന്ന് തന്നെയാണ് ഇതുവരെയുള്ള ഈ കഴിഞ്ഞ 5 വർഷക്കാലത്തെ UDF ഭരണത്തിൻ്റെ കീഴിൽ ജനങ്ങൾ അനുഭവിക്കേണ്ടി വന്നുള്ള ബുദ്ധിമുട്ടുകൾ. ഇവർ പരസ്പരം അങ്ങോട്ട് കൊണ്ട്, പിന്നെ BJP ഇപ്പോൾ ഒരു പുതിയ പാർട്ടിയായിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത് എന്നുള്ള രീതിയിൽ പറയുന്നതിനോടൊന്നും എനിക്ക് വലിയ യോജിപ്പൊന്നുമില്ല. BJPയും ഈ മറ്റേ കോൺഗ്രസ്സും എന്ന് പറയുന്നത് ഒരു നാണയത്തിൻ്റെ 2 വശങ്ങളാണ്. അവരുടെ സാമ്പത്തിക നയങ്ങളെയാണ് നാം വിലയിരുത്തേണ്ടത്. പെട്രോളിൻ്റെ വില ലോകത്ത് മുഴുവൻ ഇടിഞ്ഞിട്ടും അതിനെ കുറ്റം പറഞ്ഞാൽ, അന്ന് വില കൂട്ടിയപ്പോൾ കുറ്റം പറഞ്ഞാൽ ഈ BJPക്കാരടക്കം ഇപ്പോൾ അധികാരത്തിലിരിക്കുമ്പോൾ ചെയ്യുന്നത് എന്താ? അല്ല, ഈ സാമ്പത്തിക നയമൊന്നും ചർച്ച ചെയ്യപ്പെട്ടിട്ടില്ല. സാമ്പത്തിക നയമൊക്കെ ചർച്ച ചെയ്യുന്നുണ്ട്. നിങ്ങൾ ചർച്ച ചെയ്യാത്തതിന് ഞങ്ങൾ എന്ത് ചെയ്യാനാണ്? മനോരമയും മാതൃഭൂമിയും ചർച്ച ചെയ്യാത്തതിന് ഞങ്ങൾ ഉത്തരവാദികളാണ്. ഗൗരവതരമായ രീതിയിൽ കേന്ദ്രം ഇപ്പോൾ പിന്തുടരുന്ന സാമ്പത്തിക നയമൊന്നും ഒരിക്കലും ചർച്ച ചെയ്യപ്പെട്ടിട്ടില്ല കേരളത്തിൽ. ഞങ്ങൾ അതിനെക്കുറിച്ച് വളരെ ഗൗരവമായിട്ട് തന്നെ ചർച്ച ചെയ്യുന്ന ഒരു പ്രസ്ഥാനമാണ് LDF എന്ന് പറയുന്നത്. ഏത് രാഷ്ട്രീയ പാർട്ടിയുടെയും അടിസ്ഥാനം എന്ന് പറയുന്നത് അവരുടെ സാമ്പത്തിക നയമാണ്. ആ സാമ്പത്തിക നയത്തിൽ കോൺഗ്രസിനെയും മറ്റേ BJPയും ഒരു വണ്ടിയുടെ അപ്പുറം ഇപ്പുറം കേട്ടാൽ ഒന്ന് ഇടപെട്ടോട്ടെ. ഒരു കൃത്യമായ ഒരു സാമ്പത്തിക നയരേഖ NDAക്ക് ഉണ്ടോ, കേന്ദ്രത്തിലെ BJPക്ക് ഉണ്ടോ എന്ന് പോലും സംശയമുണ്ട്. പെട്രോളിയത്തിൻ്റെ വില അഖിലേന്ത്യാ ആഗോള രംഗത്ത് പെട്രോളിയം പ്രോഡക്ട്സിൻ്റെ വില കുറയുമ്പോഴും ഇന്ത്യയിൽ അതിൻ്റെ കൂടെ കൂട്ടിക്കൊണ്ടിരിക്കുന്നതിനെ കുറിച്ചുള്ള വിമർശനം ഉണ്ടായി എന്നല്ലാണ്ട് മറ്റെന്ത് ചർച്ച അതിനെക്കുറിച്ച്? സാമ്പത്തിക നയമുണ്ട് LDFന് എന്നുള്ളത്. NDAക്ക് ഇല്ല, ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. ഞാൻ പറയുമ്പോൾ നമ്മുടെ മാധ്യമങ്ങൾക്കാണ്. ഞാൻ അത് വളരെ ശക്തിയായി പറയും. രാജ്യത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി ഈ രീതിയിലേക്ക് പോകുന്നതിന് ഉത്തരവാദിത്വം ഈ രാജ്യത്തിലെ മറ്റേ മാധ്യമങ്ങൾക്കാണ്. മാധ്യമങ്ങളെ നിയന്ത്രിക്കുന്നത് അവരാ. അല്ല, അതുകൊണ്ടാണ് കോർപ്പറേറ്റുകളുടെ മാധ്യമങ്ങളല്ലാതെ. അതൊക്കെ സംഭവിച്ചു. പക്ഷേ ഞാൻ പറഞ്ഞത് ഈ ആഗോള തലത്തിൽ പെട്രോളിയം പ്രോഡക്റ്റിന്റെ വില കൂടുമ്പോൾ ഇവിടെ ഒരു നിയന്ത്രണം ഇല്ലാതെ, സർക്കാരിന് നിയന്ത്രണം ഇല്ല എന്നുള്ളത്. അജിത്ത്, അതിനെ ഇവർ പറയണത് എന്താ? ഗവൺമെന്റിനല്ല അതിന്റെ നിയന്ത്രണം. അതെ, ഗവൺമെന്റ് നിയന്ത്രണം ഇവിടെ ഇങ്ങനെ കൂടെ നിങ്ങൾ കളഞ്ഞപ്പോ NDA അല്ല UPA കളഞ്ഞപ്പോ അതിനെ കുറ്റം പറഞ്ഞവരാണ് ഈ ഇവർക്ക് തിരിച്ചുകൊണ്ടായിരുന്നല്ലോ. എന്നിട്ട് അവർ വന്നപ്പോ എന്താ? അങ്ങനെയാണ് പെട്രോളിയം അവർ ഡീസലിന്റെ കൂടി എടുത്ത് കളഞ്ഞു. പെട്രോളിയം കമ്പനികളെ ഈ രാജ്യത്തിന്റെ വിലക്കയറ്റം
മുഴുവൻ എടുക്കാമായിരുന്നല്ലോ, അന്ന് വിമർശിച്ചതല്ലേ യു പി. അല്ല, ഞാൻ പറഞ്ഞത് ഇത് രണ്ടും ഒന്നാണെന്ന് ഞങ്ങൾ പറയുന്നതാണ്. കാരണമാണ് അദ്ദേഹം പറഞ്ഞത്. അല്ലല്ല, എന്റെ പോയിന്റ് സാമ്പത്തിക നയം വളരെ ഗൗരവമുള്ളതാണ്. വില കൂട്ടലിനെ കുറിച്ചുള്ള വിമർശനം വന്നു എന്നല്ലാണ്ട് വേറെ ഇപ്പൊ തന്നെ റിസർവ് ബാങ്കിന്റെ ചില നോംസ്, അല്ലെങ്കിൽ ധനകാര്യമന്ത്രി അരുൺ ജെയ്റ്റ്ലിയും റിസർവ് ബാങ്ക് ഗവർണർ അദ്ദേഹവുമായിട്ടുള്ള തർക്കമുണ്ടെന്നൊക്കെ ഉള്ളതൊക്കെ വലിയ ഗൗരവമായ വിഷയങ്ങളാണ്. അതൊന്നും ചർച്ച ചെയ്യപ്പെടുന്നില്ല. ഇത്തരം ജനകീയ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ടെന്നാണ് ശക്തി സാർ പറയുന്നത്. പക്ഷെ വാസ്തവത്തിൽ അതല്ല. ഇത്തരം ജനകീയ വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്നേ ഇല്ല. നമ്മൾ പ്രചരണ രംഗത്ത് ശ്രദ്ധിച്ചറിയാം, വേറെ വിഷയങ്ങളാണ്. എന്താ പറയുക, വേറെ ഒരുപാട് പുതിയ ഇപ്പൊ സോളാറിൽ തന്നെ വീണ്ടും നിൽക്കുകയാണ്. സോളാർ എത്ര 3 വർഷമായിട്ട് എന്നേ തീരേണ്ട കാര്യങ്ങളാണ്. അത് തീർക്കാതെ കൊണ്ടുപോയത് ഞങ്ങളാണ്. മാധ്യമങ്ങളിലും കുഴപ്പമുണ്ട്. ഞാൻ പറഞ്ഞത് ഇത്തവണ ഏറ്റവും അധികം ചർച്ച ചെയ്യേണ്ടിയിരുന്ന ഒരു വിഷയം, ഈ കേരളം നേരിട്ട ഏറ്റവും വലിയ വേനലാണ്. ഈ വേനൽക്കാലത്ത് പല സ്ഥലത്തും കുടിവെള്ളം എല്ലാ വർഷവും വേനലുണ്ടാകണം. ജനകീയ വിഷയങ്ങളല്ല ചർച്ച ചെയ്യുന്നത്. ഇവിടെ എന്തുകൊണ്ടാണ് വില കൂടിയത്? എണ്ണ തൊട്ടതുകൊണ്ടല്ലേ? അല്ല, എണ്ണ വില അതുകൊണ്ട് മാത്രമല്ലല്ലോ ഓപ്പൺ മാർക്കറ്റ് സാധനങ്ങൾക്ക് വില. അതെ, അതുകൊണ്ട് നമ്മുടെ കേരളത്തിൽ എല്ലാ സാധനങ്ങളും ഡീസൽ ഉപയോഗിച്ചുകൊണ്ട് ഇവിടെ കൊണ്ടുവരേണ്ടത്. ഇത്രയും ഒന്നും വലിയ ട്രാൻസ്പോർട്ടേഷൻ ചെലവില്ലാത്ത ഡൽഹിയിൽ നമുക്കറിയാം ഉള്ളിയുടെ വില കൂടിയതുകൊണ്ട് മാത്രം കോൺഗ്രസ് അധികാരം നഷ്ടപ്പെട്ട ഉള്ളിയുടെ വില കൂടിയതിന്റെ പേരിലാണല്ലോ തകർന്നു എന്നുള്ളൊരു വലിയ ആരോപണം കൂടിയുണ്ട്. സാമ്പത്തിക രംഗത്ത് NDAക്കായാലും UPAക്കായാലും ഒരേ നയമാണ്. അല്ല, നിങ്ങൾക്ക് ഞാൻ പറഞ്ഞത് NDAക്ക് ഒരു നയമേ ഇല്ലെന്നാണ് ഞാൻ പറഞ്ഞത്. ആര് പറഞ്ഞു? അവർക്ക് നല്ല നയമുണ്ട്, അമേരിക്കൻ നയമുണ്ട്. നിങ്ങൾ വെറുതെ വിചാരിക്കുന്ന പോലെയൊന്നുമില്ല. മോദിയെ ഇവിടെ അധികാരത്തിൽ കൊണ്ടുവന്നത് അമേരിക്കൻ സാമ്രാജ്യത്വമാണ്. നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഓടിക്കയറി വന്നതൊന്നുമല്ല. ശരി, KVS അതിന് മറുപടിയിലേക്ക് കൂടി. അതില് ഇപ്പൊ എനിക്കൊരു തമാശയായിട്ടാ തോന്നുന്നത് കേൾക്കുമ്പോൾ ശ്രീ യശാറും അജിത്തും ഒക്കെ സംസാരിക്കുമ്പോൾ യസാർ സൂചിപ്പിക്കുന്നത് BJPക്കും കോൺഗ്രസിനും ഒരേ സാമ്പത്തിക നയമാണെന്നാണ്. നമ്മൾ ഈ ലോകത്തല്ലേ ജീവിക്കുന്നേ? കഴിഞ്ഞ കുറേ നാളായി UPA 1 മുതൽ ഈ ഇടതുപക്ഷ കക്ഷികൾ പലപ്പോഴും കോൺഗ്രസിനെ പിന്തുണയ്ക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് പാർലമെൻറ്റിൽ. ഇപ്പോഴും പാർലമെൻറ്റിൽ BJP വിരുദ്ധ പ്ലാറ്റ്ഫോം എന്ന പേരിൽ കോൺഗ്രസും CPM ഒക്കെ കൈകോർക്കുന്നതാണ് കാണുന്നത്. പശ്ചിമ ബംഗാൾ തെരഞ്ഞെടുപ്പ് നമ്മുടെ മുമ്പിലുണ്ട്. ഇതേ കേരളത്തിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണം നടക്കുന്ന സമയത്ത് തന്നെയാണ് ബംഗാളിലും തെരഞ്ഞെടുപ്പ് നടന്നത്. അവിടെ ഈ 2 കക്ഷികളും ഒന്നിച്ച് കൈകോർത്ത് ഒരേ തൂവൽ പക്ഷികളെപ്പോലെയല്ലേ മുന്നോട്ട് പോയത്. സാമ്പത്തിക നയങ്ങളിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ പോകാൻ പറ്റുമോ അവർ 2 പേർക്കും? രാഹുൽ ഗാന്ധിയുടെ ഒപ്പം പ്ലാറ്റ്ഫോം പങ്കിടാൻ ബുദ്ധദേവ് ഭട്ടാചാര്യ പോലുള്ളവർ വരുന്നത് നമ്മൾ കണ്ടു, സോണിയാഗാന്ധിയുടെ ഒക്കെ ഒപ്പം. എന്തുകൊണ്ടാണെന്നറിയില്ല, ആ ഒരൊറ്റ കാരണം കൊണ്ടാണെന്നറിയില്ല രാഹുൽ ഗാന്ധി കേരളത്തിൽ പ്രചാരണത്തിനും വന്നില്ല. സോണിയാഗാന്ധി വന്നത് തന്നെയാണെങ്കിൽ 2 സ്ഥലത്ത്. ഇതിനൊക്കെ തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ, രാഷ്ട്രീയ ബന്ധമുണ്ടോ എന്ന് പോലും നമുക്ക് ചിന്തിക്കേണ്ടിയിരിക്കുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. കേരളം ദൗർഭാഗ്യവശാൽ അത്തരം വിഷയങ്ങളൊന്നും ഈ തെരഞ്ഞെടുപ്പിൽ ഗൗരവപൂർവ്വം ചർച്ച ചെയ്തിട്ടുമില്ല. അതൊരു പൊളിറ്റിക്കൽ ഇഷ്യൂ തന്നെയാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം രാഹുൽ ഗാന്ധിയെ പോലെ AICCയുടെ വൈസ് പ്രസിഡൻ്റായിട്ടുള്ള ആൾ, സർവ്വസ്ഥലത്തും ചെല്ലുന്ന ഒരാൾ ഒരു പനിയാണെന്ന് പറഞ്ഞിട്ട് കേരളത്തിലേക്ക് വരാതിരിക്കുക ഒന്നാമത്തെ കാര്യം. സോണിയാഗാന്ധി വന്നിട്ട് ആകെ തൃശ്ശൂരും തിരുവനന്തപുരത്തും 2 പരിപാടിയിൽ മാത്രം പങ്കെടുത്തിട്ട് തിരിച്ചു പോവുക. പിന്നെ കേരളം കണ്ട ഒരു ദേശീയ നേതാവ് ഗുലാം നബി ആസാദാണ് ഇന്നലെ വന്നിട്ട് പോയത്. അപ്പോൾ ഈ കോൺഗ്രസിൻ്റെ ദേശീയ നേതാക്കന്മാർ ആരും തന്നെ കേരളത്തിലേക്ക് വരാതിരുന്നതിൻ്റെ പിന്നിലെ രാഷ്ട്രീയവും കൂടി കേരളം ചർച്ച ചെയ്യേണ്ടതുണ്ടെന്നാണ് എനിക്ക് തോന്നണേ. വേറൊരു കാര്യം, നമ്മൾ കണ്ടത് ഒരു ദേശീയ നേതാവ് മറ്റത് വന്ന് AK ആൻ്റണിയാണ്. ആൻ്റണി സാധാരണ കേരളത്തിൽ റോഡ് ഷോയൊക്കെ ആയിട്ട് നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട് ആൻ്റണിയെ. ഇത്തവണ ആ നിലയ്ക്കൊന്നുമല്ല അദ്ദേഹത്തെ കണ്ടത്. ആകെ നിരാശനായിട്ട് ഭയചകിതനായിട്ടാണ് ആൻ്റണി നടക്കുന്നത് കണ്ടത്. BJP വിരുദ്ധ മുദ്രാവാക്യം മാത്രമാണ് അദ്ദേഹത്തിൻ്റെ നാവിൽ നിന്ന് ഉയർന്നിരുന്നത്. അതൊക്കെ നമ്മൾ കാണേണ്ടത്. ഇപ്പോൾ അഴിമതിയെക്കുറിച്ചൊക്കെ നമ്മൾ ചർച്ച ചെയ്തു. ഇവിടെ കേരളത്തിലെ അഴിമതിയെക്കുറിച്ച് നമ്മൾ ഇപ്പോൾ CPM ഇടത് കക്ഷികളൊക്കെ വളരെ ഗൗരവത്തിൽ തന്നെയാണ് ചർച്ച ചെയ്തത്. പക്ഷേ ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഡൽഹിയിൽ നിന്ന് നമ്മൾ കേൾക്കുന്ന അഴിമതി കഥകളുണ്ട്. ഇപ്പോൾ ഇറ്റാലിയൻ കോടതി ഹെലികോപ്റ്റർ ഇടപാടിനെക്കുറിച്ച് നടത്തിയ പരാമർശം, അതുപോലെ റോബർട്ട് വാദ്രയുടെ ഇടപാടുകളെക്കുറിച്ച് ഹരിയാനയിൽ ഒരു കമ്മീഷൻ പുറത്തു കൊണ്ടുവന്ന ഡീറ്റെയിൽസ്,
ഇതൊന്നും തന്നെ കേരളത്തിൽ സാധാരണ നിലയ്ക്ക് ഇതൊക്കെ തന്നെ ഈ കോൺഗ്രസിൻ്റെ അഴിമതി കഥയുടെ ആ പരമ്പരയുടെ ഭാഗമായിട്ട് കേരളത്തിൽ ചർച്ച ചെയ്യപ്പെടേണ്ട. ശ്രീ KVS ഇടപെടുന്നതുകൊണ്ട് ക്ഷമിക്കുക. ഇവിടെ പൊതുവിൽ ചർച്ചയിൽ ഉയർന്നു വന്നൊരു വിഷയവും അത് തന്നെയാണ്. ഇതിനും അപ്പുറത്തേക്ക് ഈ 2 വർഷം കേന്ദ്രം ഭരിച്ച NDAക്ക് തങ്ങളുടെ സാമ്പത്തിക നയത്തിൽ ഊന്നിക്കൊണ്ട് അല്ലെങ്കിൽ അതൊരു നേട്ടമായി എടുത്തു പറഞ്ഞുകൊണ്ട് കേരളത്തിൽ അടക്കം ഫേസ് ചെയ്യാനാകുന്നുണ്ടോ? അവിടെയാണ് വിലക്കയറ്റം അടക്കം പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില അടക്കമുള്ള കാര്യങ്ങളെ കുറിച്ച് ഇവിടെ ചർച്ച ചെയ്യപ്പെട്ടത്. സൗമ്യ, അതിൽ ഞാൻ ഒരു കാര്യം പറയാം. വികസന നയം അല്ലെങ്കിൽ വികസന മന്ത്രം അതാണ് നരേന്ദ്രമോദി മുന്നോട്ട് വച്ചിട്ടുള്ള ഒരു ആശയം. അനവധി പദ്ധതികൾ കേരളത്തിന് തന്നിട്ടുണ്ട്. ഇപ്പോൾ സ്മാർട്ട് സിറ്റി ആണെങ്കിലും അമൃത നഗരങ്ങളാണെങ്കിലും അതുപോലെ തന്നെ റെയിൽവേ വികസനത്തിനുള്ള പദ്ധതികളാണെങ്കിലും ദേശീയ പാത വികസനത്തിനുള്ള പദ്ധതിയാണെങ്കിലും ഇതൊക്കെ തന്നെ കേരളത്തിൽ 36,000 കോടി ഉറപ്പിക്കുക കേരളത്തിന് കൊടുക്കാമെന്നാണ് കേന്ദ്രം പറഞ്ഞിരിക്കുന്നത്. നാഷണൽ ഹൈവേയുടെ വികസനത്തിന്, റെയിൽവേ വികസനത്തിന് പണത്തിന് ഒരു ക്ഷാമവും ഇല്ല എന്ന് മന്ത്രി പറഞ്ഞിട്ടുണ്ട്. പക്ഷേ നമ്മളിവിടെ കാണുന്നത് ഇവിടെ പണത്തിൻ്റെ അല്ല പ്രശ്നം. പണം കൊടുക്കാമെന്ന് പറഞ്ഞാൽ പോലും ഇവിടെ ഇതൊന്നും നടക്കുന്നില്ല. നാഷണൽ ഹൈവേയുടെ വികസനത്തിന് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ഈ കഴിഞ്ഞ 5 കൊല്ലം ഉണ്ടായതല്ല, കഴിഞ്ഞ ഒരു 8, 10, 15 വർഷമായിട്ട് നമ്മൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നമാണ്. റെയിൽവേ വികസനത്തിനാണെങ്കിൽ ഇപ്പോഴും ഡബിളിംഗ് പല ഭാഗത്തും നമുക്ക് പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടില്ല. അതിനുള്ള കാരണം എന്താ? അടിസ്ഥാന പ്രശ്നം സ്ഥലം എടുത്ത് കൊടുക്കാൻ കഴിയുന്നില്ല. ആദ്യകാലത്ത് പണത്തിൻ്റെ അഭാവമായിരുന്നു പ്രശ്നം. ഇപ്പം പണമുണ്ടെങ്കിലും ഇതെടുത്ത് കൊടുക്കാൻ കേരള ഗവൺമെൻറ്റിന് കഴിയുന്നില്ല എന്നുള്ളതാണ് യഥാർത്ഥ പ്രശ്നം. പക്ഷേ ഈ ആവശ്യത്തിന് പണത്തിൻ്റെ ലഭ്യത ഇപ്പോഴത്തെ നിലയ്ക്ക് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രശ്നമാകാൻ പോകുന്നില്ല. ആവശ്യത്തിനുള്ള പണം കൊടുക്കും. വികസനത്തിന് എന്ത് പദ്ധതി മുന്നോട്ട് വെച്ചാലും സ്വീകരിക്കാൻ തയ്യാറാണ് എന്നുള്ള കാര്യം നമ്മൾ 2-3 അനുഭവങ്ങളുണ്ട്. ഇപ്പോൾ FACT ആണ് കുറേ നാളായിട്ട് നമ്മൾ കേട്ടിരുന്ന ഒരു വലിയ പ്രതിസന്ധിയിലായിരുന്ന ഒരു കമ്പനി. 1000 കോടി ഉറുപ്പിക വേണമെന്ന് പറഞ്ഞിട്ട് എത്ര കാലം UPA ഗവൺമെൻറ് കാലം മുതൽ ഇവിടുത്തെ തൊഴിലാളി നേതാക്കന്മാരും രാഷ്ട്രീയ നേതാക്കന്മാരും ഡൽഹി കയറി ഇറങ്ങി നടക്കുകയായിരുന്നില്ലേ? ഇപ്പോഴല്ലേ അത് സാധ്യമായത്? അപ്പോൾ ആസൂത്രിതമായിട്ട് എന്തെങ്കിലും ഒരു പദ്ധതി സമർപ്പിച്ചാൽ അത് അംഗീകരിക്കാനും നടപ്പിലാക്കാനും അത് രാഷ്ട്രീയം മറന്ന് കൊടുക്കാനും ഒക്കെ കേന്ദ്ര സർക്കാർ തയ്യാറാവുന്നുണ്ട്. അപ്പോൾ അവിടെ ഒരു വികസനത്തിൻ്റെ മോഡലാണ് മുന്നോട്ട് വയ്ക്കുന്നത്. അതിന് വേറൊരു തരത്തിൽ അതിനെ കാണേണ്ടതില്ല. അതിനകത്ത് രാഷ്ട്രീയമില്ല. ഈ പറയുന്ന നേട്ടങ്ങൾ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ ഈ പറയുന്ന നേട്ടങ്ങൾക്ക് അപ്പുറത്തേക്ക് റെയിൽവേ ബജറ്റിന്റെ വിഷയത്തിൽ ആ ഒരു സാഹചര്യത്തിൽ പോലും നിങ്ങൾ തന്നെ പറയുന്നുണ്ട് രാജേട്ടന് ശേഷം വലിയൊരു വികസനം കേരളത്തിൽ അല്ലെങ്കിൽ റെയിൽവേയിൽ ഉണ്ടായിട്ടില്ല കേരളത്തെ സംബന്ധിച്ചിടത്തോളം എന്ന് ഒരു സോൺ എന്ന ആവശ്യം അടക്കമുള്ള കാര്യങ്ങൾ പല ആവർത്തി ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ള അത്തരം വിഷയങ്ങൾ. പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ കാര്യത്തിൽ എടുത്തു കഴിഞ്ഞാൽ തന്നെ ഏത് പൊതുമേഖലാ സ്ഥാപനത്തിനാണ് കാര്യമായ ഒരു പിന്തുണ കേന്ദ്രത്തിൽ നിന്നും ലഭിച്ചിട്ടുള്ളത്? എത്രയേറെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടുന്ന ഒരു തരത്തിലേക്ക് പോയിട്ടുണ്ട്. ഇവിടെയുള്ള ഇത്തരം കാര്യങ്ങളിലേക്കൊന്നും ഇടപെടാൻ കഴിയാതെ കാർഷിക മേഖലയിൽ അടക്കമുള്ള കാര്യങ്ങളിൽ നമ്മൾ കണ്ടതാണ്. റബ്ബറിന്റെ വിഷയങ്ങൾ അടക്കമുള്ള കാര്യങ്ങളിൽ കാലാകാലങ്ങളായുള്ള കേരളത്തിന്റെ ആവശ്യങ്ങൾ മറ്റു വിഷയങ്ങളിലൊന്നും കേന്ദ്രം കാര്യമായി ഇടപെട്ടിട്ടില്ല. ഈ സാഹചര്യത്തിലാണ് താങ്കൾ പറയുന്നത് കേന്ദ്രത്തിന്റെ സാമ്പത്തിക നയങ്ങളല്ല ഇവിടെ ചർച്ച ചെയ്യപ്പെടുക, വികസന വിഷയങ്ങളാണ് എന്ന്. സൗമ്യ, കേന്ദ്രത്തിൻ്റെ സാമ്പത്തിക നയങ്ങളൊന്നും കേരളത്തിൽ ചർച്ച ചെയ്യപ്പെട്ടിട്ടേ ഇല്ല. ഇപ്പോൾ SR പറഞ്ഞില്ലേ ഞങ്ങളത് ചർച്ച ചെയ്യുന്നുണ്ടെന്ന്. അദ്ദേഹം പറഞ്ഞ് ഞങ്ങൾ ചർച്ച ചെയ്യുന്നു എന്ന് പറയുമ്പോഴും കേരള സമൂഹത്തിൻ്റെ മുമ്പിൽ അതൊന്നും ചർച്ചയ്ക്ക് വന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. നമ്മളൊക്കെ രാവിലെ മുതൽ ചാനലുകൾ കാണുന്നതും പത്രങ്ങൾ വായിക്കുന്നതും ഒക്കെയാണ്. പക്ഷേ ഈ തെരഞ്ഞെടുപ്പ് വേളയിൽ അത്തരം വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെട്ടിട്ടേയില്ല. ഇവിടെ ഞാൻ പറഞ്ഞത് ഇവിടെ ചർച്ച ചെയ്യപ്പെട്ടത് ഈ ഭരണ ഉമ്മൻചാണ്ടി ഗവൺമെൻറ്റിൻ്റെ കാലത്തെ കുറേ അഴിമതി കഥകൾ മാത്രമാണ്. അതിൽ തന്നെ എൻ്റെ ഒരു വിശ്വാസം ഞാൻ കഴിഞ്ഞ ദിവസം വേറൊരു ചർച്ചാവേളയിൽ ഞാൻ പറഞ്ഞു. അതിൻ്റെ പിന്നാലെയാണ് ഈ നരേന്ദ്രമോദിയുടെ സൊമാലിയ പ്രയോഗത്തെക്കുറിച്ച് നടന്ന വിവാദം വന്നത്. അത് ഉമ്മൻചാണ്ടിക്ക് ആ വിവാദം ഉയർത്തിക്കൊണ്ടുവരാനൊരു പ്രത്യേക താല്പര്യമുണ്ടായിരുന്നു. കാരണം ഈ ഉമ്മൻചാണ്ടി നേരിടുന്ന അഴിമതി പ്രശ്നങ്ങൾ പ്രത്യേകിച്ച് അത് ഉയർന്നു വന്ന ഒരു ദിവസം കൂടി നമ്മൾ ഓർക്കണം. സരിത പെൻഡ്രൈവുമായിട്ട് ആ സോളാർ കമ്മീഷന് മുമ്പിൽ പോയ ദിവസമാണ്. അന്ന് ഞാൻ മനസ്സിലാക്കുന്നത് ഉമ്മൻചാണ്ടിയോട് വല്ലാത്ത അടുപ്പം പുലർത്തുന്ന ഒരു പത്രസ്ഥാപനത്തിൻ്റെ ന്യൂസ് ഡെസ്കിൽ നിന്നാണ് ആ കഥ മെനഞ്ഞെടുത്തത്. അതും കഴിഞ്ഞ്
ഈ സംഭവം ഈ സൊമാലിയ ഇഷ്യൂ ആയിട്ട് പുറത്ത് വന്ന സമയത്ത് അതിനെ ഏറ്റുപിടിച്ച് ഇടതുപക്ഷവും കൂടി പിന്നാലെ കൂടി. അവസാനം കേരളം തെരഞ്ഞെടുപ്പിൻ്റെ അവസാന 3-4 ദിവസങ്ങളിൽ ചർച്ച ചെയ്തത് കേരളത്തിൽ അഴിമതിയൊന്നുമല്ല, നരേന്ദ്രമോദിയുടെ സൊമാലിയ പ്രയോഗമായിരുന്നു. അതിൻ്റെ ഗുണം BJPക്ക് കിട്ടി എന്നുള്ളതാണ് വസ്തുത. BJPയുടെ വിലയിരുത്തലും അതാണ്. ഈ ആദിവാസി പിന്നാക്ക മേഖലകളിൽ BJPക്ക് അനുകൂലമാക്കാൻ ആ ചർച്ച പ്രയോജനപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ ഇടതുപക്ഷം എന്താ ചെയ്തത്? കഴിഞ്ഞ 3-4 വർഷമായിട്ട് ഉമ്മൻചാണ്ടിക്കെതിരായിട്ട് ഉന്നയിച്ച് വരുന്ന അഴിമതി ആരോപണങ്ങളൊക്കെ തന്നെ ഈ ഒരു സൊമാലിയ പ്രയോഗത്തിൽ കുഴിച്ചു മൂടി. കേരളത്തില് അവസാന നിമിഷം നമ്മൾ ഇന്ന് ഇരുന്ന് ചർച്ച ചെയ്യുന്ന സമയത്ത് ശ്രീ KVS ദയവായി ക്ഷമിക്കണം, ഈ സോമാലിയ വിവാദമാണ് ഒരു പക്ഷേ ദേശീയ തലത്തിലുള്ള ഒരു വിഷയമായിട്ട് ചർച്ച ചെയ്യപ്പെട്ടതെന്ന് അങ്ങ് പറഞ്ഞു. അത് കുറേയൊക്കെ അത് ശരിയാണ്. എന്തുകൊണ്ടെന്നാൽ ഈ പ്രധാനമന്ത്രിയായിട്ട് 2 വർഷം ഇരിക്കുന്നതിന് മുമ്പ് അദ്ദേഹം ഒരു 12 വർഷക്കാലം ശ്രീ നരേന്ദ്രമോദി ഗുജറാത്തിൽ മുഖ്യമന്ത്രിയായിരുന്നല്ലോ. അവിടെ ഉണ്ടായ ഗുജറാത്ത് മുതൽ വികസനം എന്ന് പറയുന്നത് കേരളത്തിൻ്റെ വികസനമായി തട്ടിച്ചു നോക്കുമ്പോൾ ഒന്നുമല്ലാന്ന് രേഖകൾ സമർത്ഥിക്കപ്പെട്ടിട്ടുണ്ട് മാധ്യമങ്ങളിൽ. അങ്ങ് പറഞ്ഞു ഏതോ ഒരു UDF അനുകൂല മാധ്യമ സ്ഥാപനത്തിൽ വിളയിച്ചെടുത്ത ആരോപണമാണ് സോമാലിയുടെ. ആ ചിത്രം തന്നെ വ്യാജമായിരുന്നു. ആ കുട്ടികൾ എച്ചിൽക്കുനയിൽ പരതുന്ന ചിത്രം വ്യാജമായിരുന്നു എന്ന് അതിൽ മുഖം കാണിക്കപ്പെട്ട കുട്ടിയും അതിൻ്റെ അമ്മയും നിഷേധിച്ചു. ഞങ്ങളെ കബളിപ്പിക്കുകയായിരുന്നു. ചാക്കേട്ടിനകത്ത് കുറേ വേസ്റ്റ് കൊണ്ടുവച്ചിട്ട് അപ്പുറത്ത് ആ കുട്ടിയുടെ കയ്യിൽ ഒരു പഴവും കൊടുത്ത് ആ പഴം നിന്നുകൊണ്ടിരിക്കുന്ന ചിത്രമാണത്. അത് അങ്ങനെ അങ്ങനെ ഒരു തട്ടിപ്പിലൂടെ ഇങ്ങനെ വ്യാജ പ്രചരണം നടത്തിയ BJPയെ പ്രസ്ഥാനത്തു നിന്ന് ആണ് നിർത്തേണ്ടത്. അല്ലാതെ അപ്പോൾ അത് ഏതെങ്കിലും മാധ്യമസ്ഥാനത്തിൽ കുക്കപ്പ് ചെയ്ത സ്റ്റോറിയാണെന്ന് പറയുന്നത് കഴമ്പുണ്ടെന്ന് തോന്നുന്നില്ല. പോട്ടെ, അത് അദ്ദേഹത്തിന് എന്തെങ്കിലും തെളിവുണ്ടെങ്കിൽ അത് ചിലപ്പോൾ അത് വെച്ചായിരിക്കും. പക്ഷേ അതിലൊക്കെ ഉപരിയായിട്ട് ഈ സോമാലിയ മോഡൽ വികസനം അല്ല കേരളത്തിലുണ്ടായെന്നും കഴിഞ്ഞ 60 കൊല്ലക്കാലം 5 കൊല്ലം കൂടുമ്പോൾ മാറി മാറി ഭരിച്ച ഇടത് അല്ലെങ്കിൽ LDF UDF മുന്നണികളുടെ ഭരണ നേട്ടത്തെ കുറച്ച് കാണിക്കാൻ വേണ്ടിയുള്ള ഒരു ഗൂഢ ശ്രമമായിരുന്നു, ഒരു വൃഥാശ്രമമായിട്ട് അത് മാറി ശ്രീ നരേന്ദ്രമോദി എന്നുള്ളതിലാണ് ഇവിടെ കോൺഗ്രസും LDF ഒക്കെ സംയുക്തമായിട്ട് ആ ഒരു ആരോപണത്തെ എതിർത്തത്. ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദി എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളുടെയും അധിപൻ അല്ലേ? അങ്ങനെയല്ലേ നമ്മളതിനെക്കുറിച്ച് മനസ്സിലാക്കുന്നത്. ഭരണഘടനാപരമായിട്ടും അങ്ങനെ ആ ഒരു ഉത്തരവാദിത്വം നിർവഹിക്കേണ്ട ആളാണ് അദ്ദേഹം. ആ രാജ്യത്തെ ഒരു സംസ്ഥാനത്തെക്കുറിച്ച് ഇങ്ങനെ ഒരു ഇലക്ഷൻ കാലത്ത് ഇത്രയും വില കുറഞ്ഞ ഒരു ആരോപണം നടത്തിയാൽ അത് പ്രതിപക്ഷങ്ങൾ അത് ഏറ്റെടുക്കണ്ട എന്നാണോ പറയുന്നത്? അദ്ദേഹത്തിൻ്റെ പദവിക്ക് യോജിച്ചതാണോ അത്തരത്തിലുള്ളൊരു പ്രയോഗം? തൻ്റെ സ്വന്തം രാജ്യത്തിലെ ഒരു സംസ്ഥാനത്തെ വേറൊരു രാജ്യവുമായി താരതമ്യപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ആക്ഷേപം ഉന്നയിക്കുക എന്ന് പറഞ്ഞാൽ വളരെ വില കുറഞ്ഞൊരു ആക്ഷേപമായിരുന്നു. അതിനെ എതിർക്കുക തന്നെ ചെയ്യണം, അതിൽ യാതൊരു സംശയവും ഞങ്ങളും ചെയ്തിട്ടുള്ളൂ സർ. അല്ല, അതിനകത്ത് KVH വല്ലാതെ രോഷം കൊണ്ടിട്ട് കാര്യമില്ല. അത് ആ പ്രധാനമന്ത്രിയുടെ പദവിക്കും അന്തസ്സിനും യോജിച്ച രീതിയിലുള്ളൊരു പ്രസ്താവനയല്ല. ഇപ്പം അവർ കോൺഗ്രസ്സുകാരായതുകൊണ്ട് ഞാൻ പറയുന്നതല്ല, അത് ഒരു യോജിച്ച പ്രസ്താവനയില്ല. ഗുജറാത്ത് എവിടെ കിടക്കുന്നു? ഗുജറാത്തിൻ്റെ ഇപ്പം ഇവിടെ അജിത്ത് പറഞ്ഞതുപോലെ അതിൻ്റെ മുഴുവൻ ഡാറ്റാസും വന്നിട്ടുണ്ട്. കേരളത്തിൻ്റെ തുമ്പെ കെട്ടാൻ കൊള്ളുമോ ഗുജറാത്തിനൊക്കെ? ഈ രാജ്യത്താണ് ഭരണം ഉണ്ടായിട്ടുള്ളത് കേരളത്തിൽ. അതെന്തുകൊണ്ടാണ്? ഈ രാജ്യത്ത് നവോത്ഥാന പ്രസ്ഥാനങ്ങളുടേതായിട്ടുള്ള കുതിച്ചുകയറ്റവും അതുപോലെ തന്നെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുടേതായ നിലനിൽപ്പും ഭരണത്തെ അല്ലെങ്കിൽ കോൺഗ്രസ് കുട്ടിച്ചോറാക്കിയാണ് ഈ കേരളത്തെ. 5 കൊല്ലം കൂടുമ്പോൾ ഞങ്ങൾ ഭരണത്തിൽ വരുന്നുണ്ടായിരുന്നല്ലോ ഇത്രയും കാലം. ചർച്ചയിലേക്ക് വരികയാണ് ശ്രീ PV മുരുകൻ. ഒരുപക്ഷെ ഇവിടെ നേരത്തെ സൂചിപ്പിക്കപ്പെട്ട ഒരു വിഷയമുണ്ട്. അതായത് കേന്ദ്രത്തിൽ നിന്നായാൽ നരേന്ദ്രമോദി അടക്കം കേരളത്തിൽ വരുന്നു എന്നതടക്കമുള്ള കാര്യങ്ങൾ ഒരു ഭാഗത്ത് നിൽക്കുന്നു. വലിയ പ്രചരണങ്ങൾ CPM ജനറൽ സെക്രട്ടറി അടക്കം വരുന്നു. ഇവിടെയൊക്കെ കേന്ദ്ര നേതാക്കളുടെയൊക്കെ പ്രാധാന്യം UDFനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം പ്രധാനമായിരുന്നു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലെല്ലാം നമ്മൾ കണ്ടതാണ് രാഹുൽ ഫാക്ടർ ഉപയോഗിക്കാൻ വേണ്ടി വലിയൊരു ശ്രമം നടക്കുന്നുണ്ടായിരുന്നു. രാഹുലിന്റെ നോമിനി എന്നതടക്കമുള്ള കാര്യങ്ങൾ വലിയ ചർച്ച ചെയ്യപ്പെട്ടൊരു വിഷയമാണ്, യുവാക്കളുടെ പ്രതിനിധി എന്ന രീതിയിലൊക്കെ. ഇത്തവണ അത് വലുതായി കണ്ടില്ല. ഒപ്പം തന്നെ രാഹുൽ കേരളത്തിലെത്തി ഇല്ല എന്നുള്ളതടക്കമുള്ള കാര്യങ്ങൾ, സോണിയ എവിടെയൊക്കെ വന്നു എന്നുള്ള വിഷയങ്ങൾ, ആന്റണിയുടെ മൗനം, പല ഘട്ടങ്ങളിലും വരികൾക്കപ്പുറത്ത് വായിച്ചെടുക്കാവുന്ന ചില കാര്യങ്ങൾ അദ്ദേഹം പറയുന്നു. ഇത്തരം കാര്യങ്ങളൊക്കെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം പ്രതിരോധത്തിലാക്കുന്നില്ലേ? കോൺഗ്രസ് ദേശീയ നേതൃത്വം ഇത്തവണ വ്യക്തമായ ചില നയങ്ങളും ചില സമീപനങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഈ തെരഞ്ഞെടുപ്പിനെ കാണുന്നത്. സംസ്ഥാന നേതൃത്വം കാണുന്ന പോലെ അല്ല, അല്ലെങ്കിൽ ഉമ്മൻചാണ്ടി കാണുന്ന പോലെ അല്ല സോണിയാഗാന്ധിയും ദേശീയ നേതൃത്വവും കാണുന്നത്. 3 വർഷം കഴിഞ്ഞാൽ വീണ്ടും കേന്ദ്രത്തിൽ ഇലക്ഷൻ വരികയാണ്. ഇപ്പോൾ കോൺഗ്രസ് പലയിടത്തും തകർന്നു കിടക്കുകയാണ്. ഒരു വിശാലമായ സഖ്യം രാജ്യത്ത് രൂപപ്പെട്ടു വരുന്നുണ്ട്.
അതിൻ്റെ മുന്നിൽ നിൽക്കുന്നത് നേരത്തെ ഒന്നാം യു പിയുടെ കാലത്തെന്നതുപോലെ തന്നെ മുന്നിൽ നിൽക്കുന്ന പ്രധാനപ്പെട്ട LDF ശക്തിയോട് വരേണ്ട ആവശ്യം കോൺഗ്രസിനാണ് ആവശ്യം. സോണിയാഗാന്ധിക്ക് അത് ആവശ്യമുണ്ട്. അതുകൊണ്ടാണ് സോണിയാഗാന്ധി വന്നിട്ട് ഇവിടെ CPM LDFനെതിരെ ഒന്നും പറഞ്ഞില്ല. ഇവിടെ യഥാർത്ഥത്തിൽ മത്സരം നടക്കുന്ന ആരൊക്കെ തമ്മിലാണ്? മത്സരം നടക്കുന്നത് അധികാരത്തിന് വേണ്ടിയിട്ട് LDF UDF തമ്മിലാണ്. അപ്പോൾ ശക്തമായി UDFന് വേണ്ടി അവർ ഇത്തവണ പ്രചരണം നടത്തിയില്ല. അതെന്തുകൊണ്ടെന്ന് വെച്ചാൽ പല മണ്ഡലങ്ങളിലും LDF ജയിക്കട്ടെ എന്ന് കരുതിയിട്ട് തന്നെയാണ്. ഒരു LDF ഭരണം വീണ്ടും വരട്ടെ എന്നുള്ള അത് വരേണ്ടത് അവരുടെ കൂടെ ആവശ്യമാണ്. കാരണം ഇവിടെ LDF ഇത്തവണ വന്നില്ലെങ്കിൽ ബംഗാളിലെ സ്ഥിതി ഉണ്ടാവും എന്നുള്ളതാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത്. കാരണം ഇത്തവണ LDF അധികാരത്തിൽ വന്നില്ലെങ്കിൽ CPM ദുർബലമാവുന്ന അവസ്ഥ ഉണ്ടാകും ബംഗാളിലെ പോലെ. അത് കോൺഗ്രസ്സിന് അപകടകരമാണ്. അപ്പോൾ അതുകൊണ്ടാണ് AK ആൻ്റണി ഒരു ടിപ്പിക്കലായിട്ടുള്ള ഒരു മറുപടി ഉണ്ടായിരുന്നു. നേമത്ത് ശക്തനായ ഒരു സ്ഥാനാർത്ഥിയെ നിർത്തി എന്തുകൊണ്ട് BJP ഒന്നാമത് ജയിക്കുമെന്ന് കരുതുന്ന ഒരു മണ്ഡലത്തിൽ ദുർബലനായ ഒരു സ്ഥാനാർത്ഥിയെ നിർത്തിയിട്ട് എന്തുകൊണ്ട് നിങ്ങൾ മെസ്സേജ് ചോദിച്ചപ്പം അദ്ദേഹം പറഞ്ഞൊരു മറുപടി വളരെ ശ്രദ്ധേയമാണ്. എന്താണ്? BJP അവിടെ ജയിക്കില്ല. ആര് പറഞ്ഞു BJP ജയിക്കുമെന്ന്? എന്നാൽ അദ്ദേഹം പറഞ്ഞില്ല UDF ജയിക്കുമെന്ന്. അവിടെ UDF സ്ഥാനാർത്ഥിയാണ് ജയിക്കാൻ പോകുന്നതെന്ന് AK ആൻ്റണി പറഞ്ഞില്ല. അപ്പോൾ AK ആൻ്റണി നേരത്തെ തന്നെ ദേശീയ നേതൃത്വത്തിൻ്റെ ഇതോടുകൂടി AK ആൻ്റണി പ്രത്യേകം നിയോഗിക്കപ്പെട്ടിരിക്കുകയാണ്. ഈ ഒരു ഇത് വേണ്ടി BJP അക്കൗണ്ട് തുറക്കാൻ പാടില്ല കേരളത്തിൽ എന്നുള്ളത് വളരെ വ്യക്തമായി. അതിന് വേണ്ടിയിട്ട് ഏത് അഡ്ജസ്റ്റ്മെൻറ്റുകൾക്കും തയ്യാറാവണം. പക്ഷേ അവർക്കൊന്ന് പരസ്യമായി LDF വോട്ടൊന്നും പിടിക്കാൻ പറ്റില്ല. ആന്റണിക്കായാലും സോണിയയ്ക്കായാലും ഇല്ല. രാഹുൽ വരാത്തതും അതുകൊണ്ട് തന്നെയാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ 3 വർഷം കൂടെ കഴിഞ്ഞ് വരുന്ന ഒരു ദേശീയമായ നടക്കുന്ന ഒരു രാഷ്ട്രീയ അലൈൻമെൻറ്റ് ഇന്നേ അവർ തുടങ്ങി വയ്ക്കുകയാണ്. അതിൻ്റെ ഒരു വേദിയായിട്ടാണ് അവർ തിരഞ്ഞെടുപ്പ് കാണുന്നത്. ഇപ്പോൾ ഉമ്മൻചാണ്ടി പറഞ്ഞതൊന്നും ദേശീയ നേതൃത്വത്തിനൊന്നും വലിയ ഇതൊന്നുമില്ല. ഇതാണ് ഒരു രാഷ്ട്രീയമായ അങ്ങനെ ഒരു കാൽക്കുലേഷനെ എങ്ങനെയാണ് കാണുന്നത്? അല്ല, അങ്ങനെ ഒരു വിലയിരുത്തലിലേക്ക് ഒരു വളരെ വിസ്തരിച്ച് രാഷ്ട്രീയ വിശകലനം നടത്തിയാൽ അവിടത്തേക്ക് പോകുന്നതിനകത്തും വലിയ തെറ്റൊന്നുമില്ല. കാരണം രാഷ്ട്രീയം നമ്മൾ വിചാരിക്കുന്ന പോലെ വടി പോലെ നിൽക്കുകയൊന്നുമില്ല. രാഷ്ട്രീയം അങ്ങ് മാറിക്കൊണ്ടിരിക്കും. ഇപ്പം ഞാൻ പറയാം, ഒരു കാലത്ത് കോൺഗ്രസിൻ്റെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ LDFൻ്റെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഏറ്റവും വലിയ ശത്രു കോൺഗ്രസ് ആയിരുന്നില്ലേ? ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? അല്ലാന്ന് കോൺഗ്രസ് ഭരണക്കുത്തക തകർക്കുക എന്നുള്ളതായിരുന്നു EMSൻ്റെ എത്രയോ വർഷത്തെ മുദ്രാവാക്യം, എത്രയോ വർഷത്തെ എഴുത്തും വായനയും പ്രസ്താവനകളും. അത് തകർന്നു കഴിഞ്ഞപ്പോഴേക്കും പിന്നെ വേറെ പുതിയ ശക്തികളാണ് വരുന്നത്. ആ പുതിയ ശക്തികൾ വളർന്നു വന്നത് ഈ കോൺഗ്രസിൻ്റെ ഭരണക്കുത്തക തകർന്ന പ്രദേശങ്ങളിലാണ്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഞാനിവിടെ ഏതോ ഒരു ചർച്ചയിൽ പറഞ്ഞതുപോലെ ഈ BJPക്ക് ഇത്രയും വലിയ ജനപിന്തുണ കിട്ടിയത് അമേരിക്കയിൽ നിന്നോ ഇംഗ്ലണ്ടിൽ നിന്നോ അല്ലെങ്കിൽ ചൈനയിൽ നിന്നോ ആളുകൾ വന്ന് വോട്ട് ചെയ്തിട്ടല്ല, ഇവിടുത്തെ നാട്ടുകാരാണ്. ഇവിടുത്തെ നാട്ടുകാരെന്ന് പറഞ്ഞാൽ പരമ്പരാഗതമായി കോൺഗ്രസിൻ്റെ കൂടെ നിന്നിരുന്ന ജനവിഭാഗങ്ങൾ മാറിക്കൊടുക്കുകയായിരുന്നു BJPക്ക്. അവർക്ക് വേറൊരു ലാവണം ബംഗാളിലെയോ കേരളത്തിലെയോ ത്രിപുരയിലെയോ പോലെ ഇല്ലാത്തത് കൊണ്ട് അവർക്ക് ചെയ്യേണ്ടി വന്നു. ചില സംസ്ഥാനങ്ങളിൽ അവർ വേറെ തരത്തിൽ ചില വ്യക്തികളുടെ നേതൃത്വത്തിലുള്ള പാർട്ടികൾക്ക് BSP, അതുപോലെ തന്നെ മറ്റേ മുലായം സിംഗിൻ്റെ പാർട്ടി, ഇങ്ങനെയൊക്കെയുള്ളതിന് ചെയ്യേണ്ടി വന്നു. അവിടെയൊന്നും BJPക്ക് സ്വാധീനമൊന്നുമില്ല. അപ്പോൾ ആ ഒരു പുതിയ രാഷ്ട്രീയ ശക്തി ഉയർത്തെഴുന്നേൽക്കാൻ പോവുകയാണ് ഇന്ത്യയിലെ ഇപ്പം നടക്കുന്ന ഈ തെരഞ്ഞെടുപ്പുകളുടെ ഭാഗമായിട്ട് എന്നുകൂടി വിലയിരുത്താൻ മുരുകൻ പറഞ്ഞ ഒരു ആംഗിളിൽ ചിന്തിച്ചാൽ അതിനുകൂടിയുള്ള സാധ്യതകൾ വളർന്നു വരികയാണ് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ എന്നുള്ളതാണ് നാം മനസ്സിലാക്കേണ്ടത്. നമ്മൾ വളരെ ചുരുങ്ങി ഇതിനെ കാണരുത്. ആ ആപത്ത് കണ്ടുകൊണ്ട് തന്നെയാണ് മറ്റേ LDF വളരെ ശക്തമായി BJPയുടെ നീക്കത്തിനെതിരായിട്ടുള്ള രാഷ്ട്രീയ പ്രചരണവും അതുപോലുള്ള മറ്റു കാര്യങ്ങളും നടത്തുന്നു. ചർച്ചയിലേക്ക് വളരെ വേഗം തിരികെ എത്താം. രാജ്യത്ത് ഇവിടെ സംസാരിച്ചു വന്നത് കേന്ദ്ര നേതൃത്വത്തിന്റെ നിലപാടിനെ കുറിച്ചാണ്. ഇങ്ങനെ പറഞ്ഞൊരു കാൽക്കുലേഷൻ ഒരു 3 വർഷത്തെ മുമ്പോട്ടുള്ള ഒരു കാര്യമാണ് കേന്ദ്ര നേതൃത്വം നിരീക്ഷിക്കുന്നത്. ശ്രീ മുരുകൻ്റെ ദീർഘവീക്ഷണത്തെ ശ്ലാഘിക്കാതെ വയ്യ. ആ വീക്ഷണത്തോടാണ് പിന്നെ അതോടെ ഒരു ഉദ്ദേശത്തിലാണ് ശ്രീമതി സോണിയാഗാന്ധി തൻ്റെ സന്ദർശനം കേവലം 2 സ്ഥലങ്ങളിലേക്ക് ചുരുക്കിയതും ശ്രീ രാഹുൽ ഗാന്ധി കേരളത്തിലേക്ക് വരാതിരുന്നെന്നുള്ള സ്റ്റൈലിൽ ശ്രീ KVS കൊച്ചിയെന്ന് പറയുന്നുണ്ട്. ഞാൻ അതിനോട് പൂർണ്ണമായും വിയോജിക്കണം. അപ്പോൾ തന്നെയല്ല, ശ്രീ മുരുകൻ വേറൊരു ഒബ്സർവേഷൻ കൂടി നടത്തി. അതായത് ഇവിടെ ഉമ്മൻചാണ്ടി ഒന്ന് ജയിച്ചു വരണമെന്നൊന്നും കേന്ദ്രത്തിലെ കോൺഗ്രസ് നേതൃത്വം താല്പര്യമില്ല എന്നുള്ള രീതിയിൽ. അത് എത്രത്തോളം ശരിയാണെന്നുള്ളത് അതെനിക്കൊന്ന് ഒരു ശരിയായൊരു രീതിയിലുള്ളൊരു ഇൻഫറൻസ് അല്ല അത്. ഈ പറഞ്ഞ പോലെ ബംഗാളിലെ ബംഗാളിൽ CPMന് എത്രത്തോളം റിസ്കി ആണോ അല്ലെങ്കിൽ എത്രത്തോളം സ്റ്റേക്സ് ബംഗാൾ ഇലക്ഷനിൽ ഇത്തവണ ഉണ്ട് എന്നതിൻ്റെ സൂചകമായിരുന്നല്ലോ കോൺഗ്രസുമായിട്ട് പോലും കൈപ്പത്തിയായി കൈകോർത്ത് നിൽക്കുന്നതിൻ്റെ ആ ചിത്രം. അല്ലെങ്കിൽ അവിടെ തകർച്ചയിലേക്ക് പിന്നെ ഒരിക്കലും ഉയർത്തെഴുതാത്ത രീതിയിലുള്ള തകർച്ചയിലേക്ക് CPM പോവും. അത് അങ്ങനെ ഇരിക്കെ ഇന്ത്യയിൽ ഇപ്പോൾ തീർച്ചയായിട്ടും കഴിഞ്ഞ 2 കൊല്ലം മുമ്പ് നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് വലിയ തിരിച്ചടി ഏറ്റിട്ടുണ്ട്. 44 സീറ്റിലേക്ക് ചുരുങ്ങി ലോക്സഭ.
ലോക്സഭയിൽ. അപ്പോൾ കോൺഗ്രസ്സിന് ഇപ്പോൾ ഭരണം കയ്യിൽ ഭരണമുള്ള ചുരുക്കം ചില സംസ്ഥാനങ്ങളൊന്നും കേരളമാണ്. അതപ്പോൾ നഷ്ടപ്പെടുത്താൻ എന്തുകൊണ്ടും എന്തായാലും അവർക്ക് താല്പര്യം ഉണ്ടാവില്ല. അല്ല, ഇവിടെ ഭരണം നഷ്ടപ്പെട്ടോട്ടെ, അല്ലെ ഇവിടെ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ തുടർച്ചയില്ലാതിരിക്കട്ടെ, അല്ലെ മറ്റാരെങ്കിലും വന്നോട്ടെ എന്നുള്ള ഒരു എന്താ പറയുക, ഒരു നിസ്സംഗതയോ അല്ലെങ്കിൽ ഒരു നിസ്സാരവൽക്കരണമോ കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ ഭാഗത്തുനിന്ന്, കേന്ദ്ര നേതൃത്വത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകും എന്ന് നമുക്ക് സങ്കല്പിക്കാൻ വയ്യ. അപ്പോൾ തീർച്ചയായിട്ടും കോൺഗ്രസ്സിനും ഇതൊരു ജീവൻമരണ സമരം തന്നെയാണ്. പല സംസ്ഥാനങ്ങളിലും ചില സംസ്ഥാനങ്ങളിലേക്ക് ചുരുങ്ങി. അപ്പോൾ വീണ്ടും ഒരു ഉയർത്തെഴുന്നേൽപ്പിന് ഈ പറഞ്ഞ 3 കൊല്ലം ഉണ്ട് അഖിലേന്ത്യാ തലത്തിൽ. എങ്കിൽ പോലും ഈ പറഞ്ഞതുപോലെ കേന്ദ്രത്തിലെ ഒരു വിശാലമായ ഒരു BJP വിരുദ്ധ മുന്നണി രൂപം കൊണ്ടിട്ടുണ്ട്. അത് ബീഹാറിൽ അതിൻ്റെ ഒരു പരീക്ഷണം കണ്ടു, വിജയിച്ചു. അല്ലെങ്കിൽ ഇപ്പോൾ തന്നെ ബംഗാളിൽ CPM-ഉം കോൺഗ്രസും തമ്മിൽ കൈകോർക്കുന്നുണ്ട്. അതൊക്കെ ഈ പറഞ്ഞ BJP ഉയർത്തുന്ന, സംഘപരിവാർ ഉയർത്തുന്ന അപകടകരമായ ചില പ്രവണതകൾക്കെതിരായിട്ടുള്ള സംയുക്തമായ ഒരു സംരംഭം തുറന്നു കിട്ടുകയാണ്. അപ്പോൾ ഇപ്പോൾ പൊതുശത്രുവായിട്ട് BJP ആണ് വരുന്നത്. അങ്ങനെ വന്നിരിക്കുന്നു. അത് അവരുടെ ഇതുവരെയുള്ള ട്രാക്ക് റെക്കോർഡ് വെച്ച് അവർക്ക് തന്നെ അങ്ങനെ ഒരു ഇമേജ് അവരുടെ ചാർത്തി കിട്ടിയതാണ് അവർക്ക്. അപ്പോൾ ആ ഒരു ദേശീയ തലത്തിൽ അങ്ങനെ ഒരു ഇത് നിൽക്കെ തന്നെ കേരളത്തിൽ തീർച്ചയായിട്ടും ഇവിടെ ഭരണ തുടർച്ചയ്ക്ക് വേണ്ടി ആഹ്വാനം ചെയ്യുന്ന കോൺഗ്രസ് ഇവരെ രണ്ടുപേരെയും മാറ്റി നിർത്തേണ്ടതുണ്ട്. LDF-നെ NDA-യെയും ഒരുപോലെ ശത്രുക്കളായിട്ട് കണ്ടിട്ട് വേണമല്ലോ ഇത് ചെയ്യാൻ. അപ്പോൾ അതിനകത്തൊരു വെള്ളം ചേർക്കലും ഈ കേന്ദ്ര നേതൃത്വത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അതാണ് ശ്രീ മുരുകൻ പറഞ്ഞോട്, ശ്രീ KVS പറഞ്ഞോട് എനിക്ക് ശ്രദ്ധയിൽപ്പെടുത്തിക്കോട്ടെ. കേന്ദ്ര നേതൃത്വത്തിൻ്റെ ആളെന്നുള്ള നിലയിൽ ഇപ്പോൾ ഇവിടെ സോണിയാഗാന്ധി വന്നു, AK ആന്റണി ആദ്യം മുതൽ തന്നെ വരും. ഒരു ഭരണ തുടർച്ച വേണമെന്ന് സോണിയാഗാന്ധി ആവശ്യപ്പെട്ടോ? AK ആന്റണി ആവശ്യപ്പെട്ടിട്ടുണ്ടോ? ഇനിയിപ്പോൾ ഇന്ന് ആവശ്യപ്പെടുമെന്ന് എനിക്കറിയില്ല. പോകുന്നില്ല, അത്രേ ഉള്ളൂ. ഞാൻ അത്ര പറയുന്നു. അല്ല, അങ്ങനെ പ്രത്യേക ഒരു ആഹ്വാനം ഒന്നും ചെയ്യണമെന്നില്ലല്ലോ. അഖിലേന്ത്യാ നേതാവ് വന്ന് ഇവിടെ സംസ്ഥാനത്തിന് അല്ല, കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വം മുമ്പ് എങ്ങും ഇല്ലാത്ത രീതിയിൽ ദുർബലം. ഇത്തവണത്തെ കേരളത്തിലെ വരവ് വളരെ ദുർബലമായിരുന്നു. എല്ലാവർക്കും വളരെ എവിഡന്റ് ആണ്. ആവേശമാകേണ്ടതല്ലേ, അവിടെയാണ് ചൂണ്ടിക്കാണിക്കുന്നത്. തിരുവനന്തപുരത്തെ ഞാനത് സാക്ഷിയാണ്. പുത്തിരിക്കണ്ടം നിറഞ്ഞു കവിഞ്ഞ ആൾക്കൂട്ടം ഉണ്ടായിരുന്നു. എല്ലാ തവണത്തെയും പോലെ തന്നെ. അതിനകത്തൊന്നും ഒരു വിള്ളലും ഉണ്ടായിട്ടില്ല. പിന്നെ ഈ പറഞ്ഞ പോലുള്ള ഒരു പക്ഷേ അന്ന് ശ്രീമതി സോണിയ കുറച്ച് വികാരപരമായിട്ട് ഈ സംസാരിച്ചത്, അത് രാഷ്ട്രീയമല്ല പറഞ്ഞത്. ഞാൻ രാഷ്ട്രീയമല്ല, ഇറ്റ്സ് നോട്ട് പൊളിറ്റിക്കൽ, ഇറ്റ് ഇസ് പേഴ്സണൽ എന്നും പറഞ്ഞാണ് പറഞ്ഞത്. അത് ഈ പറഞ്ഞ പോലെ അവരുടെ വിദേശ പൗരത്തെയൊക്കെ ചോദ്യം ചെയ്തുകൊണ്ട് എത്രയോ 48 കൊല്ലമായിട്ട് 48 കൊല്ലമല്ല 14 വർഷമായിട്ട് ഇവിടെ താമസിക്കുകയാണ് ഇന്ത്യൻ്റെ പൗരനായിട്ട്. പക്ഷേ അവരുടെ ആ വിദേശ ജന്മവും പോലും ചോദ്യം ചെയ്യുന്ന രീതിയിൽ ഹീനമായ പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുന്ന സംഘപരിവാർ കക്ഷികൾക്കുള്ള ഒരു താക്കീതായിട്ട് വേണം അതിനേക്കാണ്. പക്ഷേ അതൊരു പുതിയ വിഷയമല്ലല്ലോ. പുതിയ വിഷയം അവരെ നിരന്തരം പീഡിപ്പിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ ഇതിന്റെ പേരിൽ. കേരളത്തിൽ ഈ കോണ്ടക്സ്റ്റിൽ അതൊരു വിഷയമായിരുന്നില്ല. പക്ഷെ അത് അവർ എയിം ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. എന്തുകൊണ്ടാണ് ഇവിടെ BJP വരാൻ പാടില്ല, BJP വരാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടാണ്. പൊതുവിൽ അങ്ങനെ ഒരു തർക്കം എന്തുകൊണ്ട് നടക്കുന്നു? BJP ആണോ LDF ആണോ യഥാർത്ഥത്തിൽ പ്രധാന എതിരാളി? ഉമ്മൻചാണ്ടി പറയുന്ന കാര്യങ്ങളിൽ പോലും ആ തരത്തിലൊരു അഭിപ്രായ വ്യത്യാസം വന്നു എന്ന തരത്തിലുള്ള ചർച്ചകൾ പോലും നടന്നിരുന്നു. അല്ല, അതിനകത്ത് ഇത് രണ്ടായിട്ട് കാണും. തീർച്ചയായിട്ടും പ്രധാന മത്സരം കേരളത്തിൽ നടക്കുന്നത് UDF LDF-ഉം തമ്മിൽ തന്നെയാണ്. അത് അധികാരത്തിന് ഈ ഭരണ തുടർച്ചയ്ക്ക് വേണ്ടിയോ അല്ലെങ്കിൽ LDF-ന് ഭരണത്തിൽ വരാൻ വേണ്ടിയോ UDF-ന് ഭരണത്തിൽ തുടരാൻ വേണ്ടിയുള്ള ഒരു മത്സരം തന്നെയാണത്. പ്രധാന മത്സരം അത് തന്നെയാണ്. പക്ഷേ അതോടൊപ്പം തന്നെ ഈ BJP എന്ന് പറഞ്ഞ ഏക കക്ഷി, ഏകശില ആ കക്ഷി കൂടുതൽ ഈ പറഞ്ഞ ചെറിയ ഈർക്കൽ കക്ഷികളെ പോലും ശ്രീ PC തോമസിനൊക്കെ പാർട്ടി തന്നെ ഉണ്ടോ എന്ന് പോലും അറിയില്ല. അങ്ങനെയുള്ള ശ്രീ PC തോമസിനെയും പോലും BDS-ന്റെ കാര്യം അവിടെ നിൽക്കട്ടെ, അത് നമ്മൾ ഒരുപാട് ചർച്ച ചെയ്തതിനും വീണ്ടും അത് പറയേണ്ടി വരും. അങ്ങനെയുള്ള ഈ ചില ഒരു ഈർക്കൽ മുന്നണിയായിട്ടെങ്കിലും അവർ ഒരു NDA എന്നുള്ള അഖിലേന്ത്യാ തലത്തിലുള്ള ഒരു സങ്കല്പം കേരളത്തിൽ അവർക്ക് പറിച്ചു നടാൻ കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളത് കൊണ്ട് അത് BJP-യെ നമുക്ക് ലഘുവായിട്ട് കാണാൻ കഴിയില്ല, അവരുടെ ഭീഷണി എന്നുള്ളതും സത്യം. ശ്രീ KVS, ഞാൻ ഇതിൽ രണ്ട് വശമുണ്ട് സൗമ്യയെ. ഒന്നിപ്പോൾ ശ്രീ മുരുകൻ സൂചിപ്പിച്ചതുപോലെ 3 വർഷം മുൻകൂട്ടി കണ്ടുകൊണ്ടുള്ള ഒരു രാഷ്ട്രീയ തന്ത്രമായിരിക്കാം സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയൊക്കെ മെനഞ്ഞെടുക്കുന്നത്. അതിനെ നമ്മൾ കുറച്ച് കാണേണ്ടതില്ല. കാരണം അത്തരത്തിലുള്ള ഒരു കൂട്ടായ്മ BJP-ക്കെതിരായിട്ട് NDA-ക്കെതിരായിട്ട് വരും എന്ന് BJP-യും പ്രതീക്ഷിക്കുന്നുണ്ടാവണം. കാരണം ബീഹാർ മോഡൽ എന്ന് നമ്മൾ പലപ്പോഴും കേട്ടതാണ്. അത് പ്രത്യേകിച്ച് വേറൊരു കാര്യം കൂടി നമ്മൾ അതിന് മുമ്പ് കണക്കാക്കേണ്ടത്, ഒരു രാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് ഇനി വരാൻ പോകുന്നുണ്ട് ഇതിനു മുമ്പായിട്ട്. കാരണം ഇന്ത്യ മുഴുവൻ ശ്രദ്ധിക്കപ്പെടാൻ പോകുന്ന ഒരു തെരഞ്ഞെടുപ്പാണ്. കാരണം ഈ അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് അത് വരും.
അപ്പോൾ അതൊക്കെ എല്ലാവരും കണക്കാക്കുന്നുണ്ടാവും. കാരണം അതിനുള്ള ഒരുക്കങ്ങൾ ഈ ഈ ഈ ഈ നീക്കുപോക്കുകളിൽ സഖ്യങ്ങളിലൊക്കെ ഉണ്ടാവും. പക്ഷെ അതിനൊക്കെ ഉപരി ഈ സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ തെരഞ്ഞെടുപ്പിന് 3 വർഷമുണ്ട്. പക്ഷെ അതിനു മുമ്പ് ഇന്ന് സോണിയാഗാന്ധിയും അല്ലെങ്കിൽ സോണിയ പരിവാർ നേരിടുന്ന വല്ലാത്ത കുറേ പ്രതിസന്ധികളുണ്ട്. അവർ UPA കാലത്ത് നടത്തിയ കുംഭകോണങ്ങളുടെ ചരിത്രം ഒന്നൊന്നായിട്ട് പുറത്തു വന്നുകൊണ്ടിരിക്കുക. ഇപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു ഇറ്റാലിയൻ കോടതി ഹെലികോപ്റ്റർ ഇടപാടിനെ കുറിച്ച് നടത്തിയ പരാമർശം. ഇന്നലെ കണ്ടിരുന്നു ഒരു മുങ്ങിക്കപ്പൽ ഇടപാടിനെ കുറിച്ച് ചില സംശയങ്ങൾ പുറത്തു വരുന്നുണ്ടെന്ന്. അതിനേക്കാളൊക്കെ അപകടകരമായിരിക്കും റോബർട്ട് വാദ്രയുടെ സാമ്പത്തിക ഇടപാടുകൾ. ഇതൊക്കെ ഇന്ത്യ മുഴുവൻ ചർച്ച ചെയ്തതാണ് കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട്. കാരണം അത് സംബന്ധിച്ച് ഒരു സംശയലേശമന്യുള്ള ഒരു അന്വേഷണം നടന്നില്ല എന്നതേ ഉള്ളൂ. അതിപ്പോൾ ഹരിയാനയിലെ ഗവൺമെൻറ്റും രാജസ്ഥാനിലെ ഗവൺമെൻറ്റും അത് സംബന്ധിച്ചുള്ള അന്വേഷണങ്ങൾ നടത്തി കുറേ വിവരങ്ങൾ പുറത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അത് തുടരുന്നുമുണ്ട്. കാരണം ചില കേസുകൾ CBIക്ക് കൊടുക്കുകയും ചെയ്തു. അതുപോലെ തന്നെ നാഷണൽ ഹെറാൾഡിന് വേണ്ടിയിട്ട് ഹരിയാനയിൽ ഡൽഹിയോട് ചേർന്നുള്ള ഒരു പ്രൈം പ്ലോട്ട്, കാരണം അത് ബെൻസിലാലിൻ്റെയും ഭജൻലാലിൻ്റെയും കാലത്ത് ആവശ്യപ്പെട്ടിട്ട് കൊടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ഫയലിൽ എഴുതിയ കേസ് ഈ കഴിഞ്ഞ ഹൂഡ ഗവൺമെൻറ് കൊടുത്തതാണ്. അത് നമ്മൾ പുറത്ത് വന്നു കഴിഞ്ഞു. അപ്പോൾ അത്തരത്തിൽ തട്ടിപ്പുകളുടെ ഒരു വലിയ പരമ്പര പുറത്തു വരാൻ പോവുക. അപ്പോൾ ഈ സമയത്ത് CPMൻ്റെയും CPIയുടെയും സഹായം പാർലമെൻറ്റിലും പുറത്തും കോൺഗ്രസ് പ്രതീക്ഷിക്കുന്നുണ്ടാവണം, നിക്കക്കളിയില്ലാത്ത അവസ്ഥയിൽ. അതുകൊണ്ട് കൂടിയാവണം ഈ കേരളത്തിൽ വരാതിരിക്കാനായിട്ട് രാഹുൽ ഗാന്ധി ശ്രദ്ധിച്ചതും കേരളത്തിൽ വന്നിട്ട് സോണിയാഗാന്ധി CPMനെ കുറിച്ചോ ഇടതു മുന്നണിയെക്കുറിച്ചോ ഒരു അക്ഷരം പറയാതെ ഉമ്മൻചാണ്ടിക്ക് തുടർഭരണം അനുവദിക്കണമെന്ന് പോലും പറയാതെ തിരിച്ചു പോയതും. നമ്മുടെയൊക്കെ മുമ്പിൽ ഒരുപാട് അനുഭവങ്ങളുണ്ട്. ഇന്ദിരാഗാന്ധിയുടെ കാലം മുതലുണ്ട്. ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രിയായിരുന്ന കാലത്ത് പോലും എല്ലാ ജില്ലകളിലും നിയമസഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് പ്രചരണത്തിന് വന്നിട്ടുണ്ട്. കഴിഞ്ഞ കാലത്ത് രാഹുൽ ഗാന്ധി ഈ ചുമതല ഏറ്റതിന് ശേഷവും കേരളത്തിൽ എല്ലാ ജില്ലകളിലും വന്നിട്ടുണ്ട്. അപ്പോൾ കേരളത്തിൽ നിന്ന് കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ പൂർണ്ണമായിട്ട് ഏതാണ്ട് വിട്ടുനിന്ന തെരഞ്ഞെടുപ്പ് എന്ന നിലയിൽ അതിന് വലിയ രാഷ്ട്രീയ പ്രാധാന്യമുണ്ട്. അത് എൻ്റെ ഒരു വിലയിരുത്തൽ ബംഗാളിലെ കോൺഗ്രസ് കമ്മ്യൂണിസ്റ്റ് സഖ്യത്തിന് സമാനം തന്നെയാണ്. കാരണം ഇപ്പോൾ യെച്ചൂരിയും രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയും തമ്മിലുള്ള ഒരു റാപ്പോർട്ടും സൗഹൃദമൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് പലപ്പോഴും. അതിൻ്റെയൊക്കെ ഭാഗമായിട്ടാവണം എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇതിൻ്റെ കൂട്ടത്തിൽ ഒരു കാര്യം കൂടി സൂചിപ്പിച്ചോട്ടെ. രാജ്യസഭയിൽ ഈ ഹെലികോപ്റ്റർ ഇടപാട് സംബന്ധിച്ച് ചർച്ച നടക്കുന്ന സമയത്ത് അന്ന് യെച്ചൂരി സഭയിലില്ല, രാജയുണ്ട് സഭയിൽ, CPIയുടെ നേതാവ്. അദ്ദേഹം എഴുന്നേറ്റിട്ട് പറയുന്ന ഒരു അദ്ദേഹത്തിൻ്റെ പ്രസംഗം ഞാൻ ശ്രദ്ധിച്ചു. അദ്ദേഹം പറയുക, ഇങ്ങനെ ഒരു ആരോപണം വന്നു എന്ന് കരുതിയിട്ട് ഇത്ര വലിയ ബഹളം വയ്ക്കാനുണ്ടോ? അത് അന്വേഷണം നടത്തി കോടതി ശിക്ഷിക്കട്ടെ, അപ്പോൾ പോരെ ആക്ഷേപം ഉന്നയിക്കാൻ എന്നാണ് രാജ ഉന്നയിച്ചത്. നമ്മൾ കേരളത്തിൽ അങ്ങനെയാണോ ചെയ്തിട്ടുള്ളത്? പലപ്പോഴും ഒരു ചെറിയ ആക്ഷേപം ആരെങ്കിലും ഉന്നയിച്ചാൽ എന്തെല്ലാം ബഹളം പ്രതിപക്ഷം ഭരണപക്ഷത്തിനെതിരായിട്ട് ഉന്നയിക്കാറുണ്ട്. CPI തന്നെ കേരളത്തിൽ ഇടതുമുന്നണിയുടെ ഭാഗമായിട്ട് ഇത്തരം പ്രക്ഷോഭങ്ങൾക്കും സമരങ്ങൾക്കും നേതൃത്വം കൊടുക്കാറില്ലേ? അതേ പാർട്ടിയുടെ നേതാവ് രാജ ഇന്ദിരാഗാന്ധിയെ സോണിയാഗാന്ധിയുടെ കാലത്ത് നടന്ന അല്ലെങ്കിൽ UPAയുടെ കാലത്ത് നടന്ന അഴിമതിയെ സംരക്ഷിക്കുന്ന നിലപാട് പാർലമെൻറ്റിൽ എടുക്കുന്നത് കാണുമ്പോൾ നമ്മൾ എന്താ കരുതേണ്ടത്? അതൊക്കെ കോൺഗ്രസിൻ്റെ ഗതികേടായിരിക്കും. പക്ഷെ അതിൻ്റെ പിന്നാലെ ഇടതുപക്ഷ കക്ഷികളും തൂങ്ങി നടക്കുന്നു എന്നുള്ളതാണ് പ്രധാനം. അത് കേരളം ചർച്ച ചെയ്യപ്പെടും. കേരളത്തിൽ ഈ തെരഞ്ഞെടുപ്പിൽ പ്രധാനമാകും എന്ന് തന്നെയാണ് BJP കരുതുന്നത്. ചർച്ചയിലേക്ക് വളരെ വേഗം തിരികെ. ഇപ്പോൾ കോൺഗ്രസ് നേതാവ് ശ്രീ BRM ഷഫീർ നമ്മോടൊപ്പം കോട്ടയിൽ സ്റ്റുഡിയോയിൽ നിന്ന് തത്സമയം ചേരുന്നുകൂടിയുണ്ട്. ശ്രീ BRM ഷഫീർ, ചില കാര്യങ്ങൾ ചർച്ച ചെയ്തു പോയിരുന്നു, പൊതുവായ വിഷയങ്ങൾ. ഒരുപക്ഷെ അതുമായി കണക്റ്റഡായി തന്നെ ഇപ്പോൾ നിലവിൽ ചർച്ച ചെയ്തു വന്ന വിഷയം എന്ന് പറയുന്നത് കേന്ദ്ര നേതൃത്വത്തിൻ്റെ ഒരു നിലപാടാണ്, ഹൈക്കമാൻഡിൻ്റെ ഒരു നിലപാടാണ്, അതിനെക്കുറിച്ചൊക്കെ ആയിരുന്നു. അതിനുശേഷം ഒരു പക്ഷേ അതൊരു ഭാഗത്ത് നിർത്തുന്നതോടൊപ്പം തന്നെ അദ്ദേഹത്തിലേക്ക് തിരികെ എത്താം. ചില സാങ്കേതിക തടസ്സങ്ങളുണ്ട്, അദ്ദേഹത്തിലേക്ക് തിരികെ എത്താം. ശ്രീ PV മുരുകൻ ഈ സംസാരിച്ച് വന്നതിലേക്ക് തന്നെ വരികയാണ്. അതായത് അതിനു മുൻപായി ഇവിടെ കണ്ടൊരു പൊതുവായ വിഷയമുണ്ട്. പല ഘട്ടങ്ങളിലും തെരഞ്ഞെടുപ്പ് വരുമ്പോൾ സ്ഥാനാർത്ഥി നിർണ്ണയം കാര്യങ്ങളിലൊക്കെ തന്നെയും വലിയ തർക്കങ്ങൾ ഉണ്ടാകുക കോൺഗ്രസിൽ പതിവാണ്, അല്ലെങ്കിൽ UDFിൽ പൊതുവെ പതിവാണ്. പക്ഷേ അതിന് വിഭിന്നമായി നേരിട്ടുള്ള വലിയ തർക്കങ്ങളിലേക്കൊക്കെ പോയ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. നമ്മൾ കണ്ടതാണ്. അഴിമതിക്കാരായ മന്ത്രിമാർ മാറി നിൽക്കണമെന്ന അടക്കമുള്ള കാര്യങ്ങളിലൊക്കെ തന്നെയും.
അവിടെയും ഒരു നിസ്സംഗ നിലപാട് ഹൈക്കമാൻഡ് സ്വീകരിച്ചു എന്ന് പറയാതെ വയ്യ. പ്രത്യേകിച്ച് നേതൃമാറ്റ കാര്യങ്ങളിലൊക്കെ തന്നെയും ഒരു സമ്മർദ്ദമുണ്ടായ സാഹചര്യത്തിൽ ഇപ്പോൾ അത് വേണ്ട എന്നൊരു നിലപാട് എടുക്കുന്ന ഒരു ഘട്ടമൊക്കെ. ഇതൊക്കെ ഈ ഒരു തെരഞ്ഞെടുപ്പിന്റെ പടിവാതിലിൽ എത്തി നിൽക്കുമ്പോൾ മറികടക്കാൻ ഈ കോൺഗ്രസ് അവകാശപ്പെടുന്നത് പോലെ കഴിഞ്ഞിട്ടുണ്ടോ? ഈ അഴിമതിക്കാരായ മന്ത്രിമാർക്കെതിരെയുള്ള ഈ ആ കാര്യത്തിൽ ദേശീയ നേതൃത്വം പരാജയപ്പെട്ടു എന്നുള്ളത് ജനങ്ങൾക്കെല്ലാം ബോധ്യമായ ഒരു കാര്യമാണ്. കാരണം ശരിക്കും VM സുധീരൻ വളരെ ശക്തമായിട്ട് നിന്ന് 7 ദിവസമാണ് ഡൽഹി കിടന്ന് കളിച്ചത്. ഈ 7 ദിവസം കഴിഞ്ഞിട്ടും ഒരു സീറ്റിൻ്റെ കാര്യത്തിൽ മാത്രമാണ് ഒരു ഇത് കൊണ്ട്. ബാക്കി ഉമ്മൻചാണ്ടി വളരെ സ്ട്രോങ് ആയിരുന്നു, അങ്ങനെ മാറ്റാൻ പറ്റില്ല എന്നൊരു നിലപാടെടുത്തു. അതിൻ്റെ മുന്നിൽ ദേശീയ നേതൃത്വത്തിന് സോണിയാഗാന്ധിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. ആ ഉമ്മൻചാണ്ടി പിടിച്ച പിടിയിൽ തന്നെയാണ് നിന്നത്. പിന്നെ പേര് ഒരു KPC പ്രസിഡന്റ് മുഖം വൃത്തികേടാകാതിരിക്കാൻ വേണ്ടി ഒരു സീറ്റിൻ്റെ കാര്യത്തിൽ ഒരു കോംപ്രമൈസ് ചെയ്തു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതിലെല്ലാം കാണുന്നത് നമ്മൾ ആ വിഷയമല്ല പക്ഷേ ജനങ്ങൾ ഇതെങ്ങനെ ചർച്ച ചെയ്യുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വിഷയം. സ്ഥാനാർത്ഥി എണ്ണമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ ഇപ്പം പോയി. ഇപ്പം അവസാന ചിത്രത്തിൽ വരുമ്പോഴത്തേക്ക് അതൊന്നും വലിയ വിഷയമല്ല. പക്ഷേ ഈ സ്ഥാനാർത്ഥികൾ ഒരിക്കലും കോൺഗ്രസിന്റെ വിമത സ്ഥാനാർത്ഥികൾ കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അങ്ങനെ മത്സരിച്ചിട്ടില്ല. ഉപയോഗിച്ചോട്ടെ. നമ്മുടെ ഏറ്റവും നല്ല ഉദാഹരണം കഴക്കൂട്ടത്ത് പണ്ട് എം എ വാഹിദ് 2 മുന്നണികൾക്ക് എതിരായിട്ട് നിന്ന് മത്സരിച്ച് ജയിച്ചു വന്ന ചരിത്രമുണ്ട്. അന്ന് ശ്രീ എ കാനയുടെ നേതൃത്വം 99 അംഗങ്ങളുണ്ട് UDF-ന്. എന്നിട്ട് 100ാമതായിട്ട് അദ്ദേഹം പിന്നെ കോൺഗ്രസ് നിയമസഭാ കക്ഷിയിലേക്ക് തിരിച്ചു വരികയായിരുന്നു. അല്ല, വിമതര് ഒരു പ്രശ്നമായി എല്ലാ പല മണ്ഡലങ്ങളിലേക്കും ഒരു പ്രശ്നമായി മാറുന്നുണ്ടോ? അങ്ങനെ അല്ലല്ല, ഒരു 5-6 പേര് മാത്രമാണ് ശക്തം. പക്ഷെ അതിന് അവരുടെ ശക്തിയൊക്കെ ഇലക്ഷൻ കഴിഞ്ഞ് നമുക്ക് പറയാൻ പറ്റുള്ളൂ. അങ്ങനെ ആ ഒരു രീതിയിൽ ശക്തി എന്നതിനപ്പുറത്തേക്ക് ഈ വോട്ട് സ്പ്ലിറ്റ് ചെയ്തു പോകുന്നതിലൊക്കെ ഒരു പക്ഷേ ഒരു അതിപ്പോൾ നമ്മളിപ്പോൾ ഇതിന് വേറെ വോട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നതിന് വേറെ വലിയ ഫാക്ടറി കിടക്കുകയാണ്. ഇപ്പം തന്നെ ഇപ്പം നമ്മളിപ്പം പുതിയൊരു കണക്കെന്ന് പറഞ്ഞാൽ 6000 വോട്ടിൻ്റെ വ്യത്യാസത്തിൽ കേരളത്തിൽ 2014 ജയിച്ച 36 മണ്ഡലങ്ങളുണ്ട്. അപ്പോൾ 6000 വോട്ടിൻ്റെ അങ്ങനെയുള്ള വ്യത്യാസം വരുന്നിടത്ത് ഇത് നിർണ്ണായകമാവും. വിഭജനം ചിലപ്പോൾ നിർണ്ണായകമാവും. BJP ഫാക്ടർ അവിടെയാണ് നിർണ്ണായകമാവുന്നത്. ഈ 36 മണ്ഡലങ്ങളിലാണ് BJP ഫാക്ടർ നിർണ്ണായകമാവുന്നത്. ഈ 6000 വോട്ട്. അപ്പോൾ എല്ലാ വോട്ടും BJP, എല്ലാ മണ്ഡലങ്ങളിലും BJPക്ക് വോട്ട് പോകുമെന്ന് വിശ്വസിക്കാൻ പറ്റില്ല. 140 മണ്ഡലങ്ങളിലും BJPക്കോ അവരുടെ മുന്നണിക്കോ ഒരേ പാറ്റേണിൽ വോട്ട് ചെയ്യുമെന്ന് വിശ്വസിക്കേണ്ട. ചില അഡ്ജസ്റ്റ്മെൻറ്റ് അവിടെയും വരും. ചില സ്ഥാനാർത്ഥികൾ ജയിക്കേണ്ടതുണ്ട്, ചില സ്ഥാനാർത്ഥികൾ തോൽക്കേണ്ടതുണ്ട് എന്നുള്ള ധാരണ വന്നു കഴിഞ്ഞാൽ ഈ 6000 വോട്ട് ഉള്ള മണ്ഡലങ്ങളിൽ നിർണായകമായ ചില സ്വിങ് BJPയുടെ ഭാഗത്തുനിന്നും ഉണ്ടാവാം. അത് ആരെ ബാധിക്കും എന്നുള്ളത്. അപ്പോൾ ഇത് ഒരു ഈ പറഞ്ഞ പോലുള്ള രാഷ്ട്രീയ ചൂടിൽ തിളച്ചു മറിയുമ്പോൾ ചില കാര്യങ്ങളിൽ ചില അണ്ടർസ്റ്റാൻഡിങ് ഒരു രേഖാമൂലമുള്ള അല്ലാത്ത ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവാറുണ്ട്. നാച്ചുറലായിട്ട് ഉണ്ടാകുന്നതാണ്. ചില ആളുകൾ ജയിക്കാൻ പാടില്ല, ചില ആൾ തോക്കാൻ പാടില്ല എന്ന് വരുമ്പോൾ അവിടെയാണ് നിർണ്ണായകമാവുന്നത്. ഈ വിമതന്മാരൊരു വലിയ ഘടകമാവും എന്നുള്ളത് കണ്ണൂരിലെ ചില മണ്ഡലങ്ങളിൽ നമുക്ക് ചിലപ്പം വിമതൻ ഒരു 3000 വോട്ട് പിടിച്ചാൽ പോലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നിർണ്ണായകമാണ്. വിമത അല്ലെങ്കിൽ പോലും ശോഭന ജോർജിന്റെ സ്ഥാനാർത്ഥിത്വം. അതെ, ശോഭന ജോർജ് അവിടെ 2 തവണ MLA ആയിരുന്നവരാണ്. അവർ അവിടെ വിപുലമായ ബന്ധമുണ്ട്. മാത്രമല്ല അവർ പറയുന്നത് അവരുടെ രാഷ്ട്രീയ പ്രസക്തി തന്നെ ഇല്ലാതാവും ഞാൻ മത്സരിച്ചില്ലെങ്കിൽ. അതുകൊണ്ടാണ് ഇത്തവണ മത്സരിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ അത് ഒരു ആരോപണം വന്നത് BJP അവരെ നിർത്തിയിരിക്കുന്നത് എന്നുള്ളത് തന്നെയാണ്. BJPക്ക് അവിടെ ജയിക്കുന്നത് അവരെ BJP നിർത്തിയിരിക്കുന്ന ആരോപണം ഉണ്ടായി. പക്ഷേ അവരെ നിഷേധിച്ചിട്ടുണ്ട്. എന്നാലും അവരുടെ വോട്ട് അവിടെ നിർണ്ണായകമാണ്. ചതുഷ്കോണ മത്സരം അവിടെ ഏതാണ്ട് ചതുഷ്കോണ മത്സരം വരും. അപ്പോൾ ആര് ജയിക്കുമെന്നുള്ളത് പറയാൻ പറ്റില്ല. BJP അവർ ജയിക്കുമെന്നാണ് പറയുന്നത്. പക്ഷേ ചിലപ്പോൾ അവിടെ ഈ ചതുഷ്കോണം വരുമ്പോഴത്തേക്ക് 3000 വോട്ട് നിർണ്ണായകം, 4000 വോട്ട് നിർണ്ണായകം അറിയേക്കാം. അതാണ് വളരെ തിരികെ എത്താം. ചർച്ച വൈൻഡപ്പ് ചെയ്യാനുള്ള ഒരു സമയമാകുന്നു. സ്വാഭാവികമായും കേരള രാഷ്ട്രീയമാണ്, ദേശീയ രാഷ്ട്രീയം കൂടി ഉൾപ്പെടുമ്പോൾ അത് ചർച്ച എങ്ങും എത്തത്തില്ല എന്നുള്ളത് സ്വാഭാവികമായി നമുക്ക് ചിന്തിക്കാവുന്നത് തന്നെയാണ്. ഏതായാലും സംസാരിച്ചുകൊണ്ടിരുന്ന ഒരു വിഷയത്തിലേക്ക് തന്നെ ഒടുവിൽ അതിലേക്ക് വന്നാൽ, കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ UDF-നെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ഒരു വിഷയമുണ്ടോ, ഒരു പ്രശ്നമുണ്ടോ എന്നുള്ളതായിരുന്നു ചോദിച്ചത്. വിമതരുടെ വിഷയങ്ങൾ അടക്കമുള്ള കാര്യങ്ങൾ ഇത്തവണ വലിയൊരു വിമതശല്യം ഉണ്ടായിട്ടില്ല. ഒരുപക്ഷെ ശ്രീ മുരുകൻ പറഞ്ഞ ഒരു കാര്യം ശരിയാണ്. ഒരു 5-6 ദിവസം ഡൽഹിയിൽ തങ്ങി നേതാക്കന്മാർ ഇപ്പോൾ കേരളത്തിലെ കോൺഗ്രസിനെ നയിക്കുന്ന 3 പേരാണെന്ന് AICC പറഞ്ഞിട്ടുണ്ട്. ബഹുമാന്യ ശ്രീ എ കാനണി അത് സ്ഥിരം ആവർത്തിക്കുന്നുമുണ്ട്. മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടിയും KPC പ്രസിഡന്റ് ശ്രീ സുധീരനും ആഭ്യന്തരമന്ത്രി ശ്രീ രമേശ് ചെന്നിത്തലയും അടങ്ങിയ ഈ ത്രയം ആണ് കേരള രാഷ്ട്രീയത്തിന് ഇനി നേതൃസ്ഥാനത്തുള്ളതെന്നുള്ളത് യാഥാർത്ഥ്യം. അല്ല, അപ്പോൾ പക്ഷേ ഒരു കാര്യം, ഡൽഹിയിൽ കുറച്ച് ചർച്ചകൾ നീണ്ടുപോയി എന്നുള്ളത് ശ്രീ മുരുകൻ പറഞ്ഞതിനോട് നമ്മൾ ചോദിച്ചാൽ മതിയാവും. പക്ഷേ അവസാനം സ്ഥാനാർത്ഥി നിർണയം കഴിഞ്ഞപ്പോൾ, ലിസ്റ്റ് വന്നപ്പോൾ ഏറ്റവും മികച്ച സ്ഥാനാർത്ഥികളെ തന്നെ കോൺഗ്രസിന് മുന്നിൽ എത്തിക്കാൻ കഴിഞ്ഞു. 39 സിറ്റിംഗ് MLA-മാർ ഇപ്പോൾ ഉള്ളത് 33 പേരുണ്ട്. അല്ലാണ്ട് പുതിയ 50 പേരുണ്ട്. പുതിയെന്ന് പറഞ്ഞാൽ മുൻപ് മത്സരിച്ചവരാകാം, അല്ല പുതുമുഖങ്ങളാകാം.
മതിയായ പ്രാതിനിധ്യം സ്ത്രീകൾക്ക് കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഈ ആരോപണ വിധേയർ എന്നൊരു ചർച്ച അത് ജനങ്ങളിലേക്ക് കൊണ്ടുവരാൻ സുധീരൻ പോലും- സുധീരൻ അത് കൃത്യമായിട്ട് അതിനൊരു മറുപടി. അത് ചോദ്യം നന്നായി. ആരോപണ വിധേയർ എന്ന് ആരോപിക്കപ്പെടുകയുള്ളൂ. ആരോപണം ഉന്നയിക്കപ്പെട്ടിട്ടേ ഉള്ളൂ. ഇവർ ഒന്നും ഒരു കോടതിയിൽ നിന്ന് ഒന്നും ആരും ഒരു ശിക്ഷയും ഏറ്റുവാങ്ങിയിട്ടില്ല. ഒരു സ്ട്രിക്ചർ പോലും ചിലപ്പോൾ ഒരു പാസിംഗ് കമന്റ് ഒരു പക്ഷേ ജഡ്ജി പറഞ്ഞിട്ടുണ്ടാവും. പക്ഷേ ഈ ആരോപണ വിധേയർ എന്ന് പറഞ്ഞവരൊക്കെ മത്സരിക്കുന്നിടത്തൊക്കെ അവരൊക്കെ കഴിഞ്ഞ കുറേ 10-15 വർഷമായിട്ട് അല്ലെ അതിലേറെ 10-20 വർഷമായിട്ട് മണ്ഡലങ്ങളെ പ്രതിനിധീകരിക്കുന്നവരാണ്. അതായത് മണ്ഡലത്തെ പ്രതിനിധീകരിക്കുന്നവരാണ്. അവരവിടെ ചെയ്ത വികസന പ്രവർത്തനങ്ങളൊക്കെ വീണ്ടും വോട്ടായിട്ട് മാറുന്ന സ്ഥിതിയാണ് നമ്മൾ കാണുന്നത്. ഒരു ഉദാഹരണം പറയട്ടെ. തൃപ്പൂണിത്തുറയിൽ ശ്രീ കെ ബാബു ഒരുപാട് ആരോപണങ്ങൾക്ക് വിധേയനായത്. അദ്ദേഹത്തിനെതിരെ ഒന്നും സ്ഥാപിക്കപ്പെട്ടിട്ടില്ല. അത് ആ സത്യം കൂടെ നമ്മൾ അംഗീകരിക്കണം. അവിടെ ബഹുമാനായ ശ്രീ വി എസ് അച്യുതാനന്ദൻ അവിടെ പ്രചരണം ചെയ്യുന്നപ്പോൾ ശ്രീ ബാബുവിനെതിരായിട്ട് ഒരു വാക്ക് പോലും അദ്ദേഹം പ്രസംഗത്തിൽ പറഞ്ഞില്ല. ശ്രീ ബാബുവിൻ്റെ എതിർ സ്ഥാനാർത്ഥി ശ്രീ സ്വരാജ് എന്താണ് മുമ്പ് ബഹുമാനായ ശ്രീ വി എസിനെ കുറിച്ച് പറഞ്ഞതെന്ന് നമുക്കറിയാം. അതിപ്പോൾ വീണ്ടും അത് ആ ഒരു മ്ലേച്ഛമായ പദം ഞാൻ ഉപയോഗിക്കുന്നില്ല, ആ പ്രയോഗം ഉപയോഗിക്കുന്നില്ല. അവിടെ പോലും ശ്രീ ബാബുവിനെ എതിരായിട്ട് ഒരു വാക്ക് പോലും ശ്രീ വി എസ് അച്യുതാനന്ദൻ പറഞ്ഞില്ല എന്ന് പറയുമ്പോൾ ഇതൊക്കെ വെറും ആരോപണങ്ങളുടെ പുകമറയായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ എങ്കിൽ പോലും ആരോപണങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നുള്ള യാഥാർത്ഥ്യം അല്ല. പിന്നെ മറ്റൊന്ന് ശ്രീ അടൂർ പ്രകാശാണ്, കോന്നി മണ്ഡലത്തിൽ, പത്തനംതിട്ടയിലെ കോന്നിയിൽ. അദ്ദേഹം പത്തനംതിട്ട ജില്ലയിലെ കോന്നി മണ്ഡലം. അവിടെ കഴിഞ്ഞ എത്രയോ വർഷമായിട്ട് 15 വർഷക്കാലമായിട്ട് ശ്രീ അടൂർ പ്രകാശ് താരതമ്യേന പിന്നോക്കമായിരുന്ന ആ മണ്ഡലത്തിന് സാഹചര്യം അതല്ല. ഈ പറഞ്ഞ വലിയ ആരോപണം പറയുന്ന ഈ കടകോട്ട് മന്ത്രിസഭാ യോഗത്തിൽ അതിനും മറുപടിയുണ്ട്. അതായത് ആ വിവാദമായ ചില തീരുമാനങ്ങൾ സർക്കാർ അവസാന കാലത്ത് എടുത്തു എന്നുള്ളത് യാഥാർത്ഥ്യം നിൽക്കാതെ ആ തീരുമാനങ്ങളൊക്കെ തെറ്റായിരുന്നു എന്നുള്ള ബോധ്യത്തിൽ പിൻവലിച്ചു എന്നുള്ളതിനെ കുറിച്ച് ആരും പറയുന്നില്ലല്ലോ. അല്ല സൗമ്യ, ശ്രദ്ധിക്കാതെ പോലും പിൻവലിക്കപ്പെട്ടതല്ലോ. അത് തെറ്റാണെന്ന് തോന്നിയിട്ട് പിൻവലിച്ചതാണോ? വന്നു ചില തീരുമാനങ്ങൾ വിവാദമായപ്പോൾ എന്ന് തന്നെയല്ല, അതിൽ പലതും ഫയലുകൾ ഉത്ഭവിച്ചതിന് LDF-ന്റെ ഭരണകാലത്താണെന്നുള്ള ഫയൽ ഉത്ഭവിച്ച കാര്യം പറയട്ടെ. അപ്പോ 5 വർഷം ഇരുന്നിട്ട് ഭരണത്തിൽ നിന്ന് പോകുന്നതിന്റെ 4-ാം ദിവസം അങ്ങനെ എടുത്ത തീരുമാനങ്ങൾ വിവാദമായപ്പോൾ പിൻവലിച്ചു എന്നുള്ളത് വിവാദമാകുമെന്ന് അറിഞ്ഞുകൊണ്ടല്ലേ ഇവിടെ ആയതുകൊണ്ട് വെളിയിൽ അല്ല. അതുകൂടെ പറയണം. കേരളത്തിലായതുകൊണ്ട് അത് വെളിയിൽ വന്നു. അല്ല, അപ്പൊ ഉത്തരേന്ത്യൻ ആരോപണ വിധേയരായ മന്ത്രിമാരൊക്കെ ഭൂരിപക്ഷം വർദ്ധിപ്പിച്ച് തിരിച്ചു വീണ്ടും സഭയിലേക്ക് വരുന്നത് നമുക്ക് കാണാം. അപ്പൊ പിന്നെ ഈ ആരോപണങ്ങളൊക്കെ വെറും അതിന്റെയൊക്കെ സ്ഥാനം ചവിട്ടോട്ടെ പോയില്ലല്ലോ. ശ്രീ KVS തങ്ങളിലേക്ക് കൂടി ഹരിദാസാണ് തങ്ങളിലേക്ക് കൂടി വരാമെന്ന് കരുതുന്നു. ഈ ഒരു സാഹചര്യം കൂടി ഉപയോഗപ്പെടുത്താമെന്നാണോ പൊതുവിൽ NDAയുടെ കണക്കുകൂട്ടൽ? അല്ല, ഈ നമ്മുടെ ഈ അഴിമതി ആരോപിതരായ ആൾക്കാരെക്കുറിച്ച് ഇപ്പോൾ അജിത്ത് സൂചിപ്പിച്ചല്ലോ. ഞാൻ പറഞ്ഞത് അഴിമതി ആരോപിതരായ ആൾക്കാരെക്കുറിച്ച് അജിത്ത് സൂചിപ്പിച്ചുവല്ലോ. ഞാൻ ഒരു ഞാൻ പറയാം. VM സുധീരൻ K ബാബുവിൻ്റെ മണ്ഡലത്തിൽ പ്രചരണത്തിന് വന്നിരുന്നു. ആ പരിപാടി ലൈവായിട്ട് ചില ചാനലുകളിൽ എനിക്ക് തോന്നുന്നു കൈരളിയിലും വന്നിട്ടുണ്ടാവും. കാരണം പലരും വളരെ വളരെ സൂക്ഷ്മമായിട്ട് നിരീക്ഷിച്ചിരുന്ന ഒരു വിസിറ്റാണത്. ഒരക്ഷരം അവർ തമ്മിൽ പരസ്പരം പറയാതെയാണ് സുധീരൻ ആ സ്റ്റേജിൽ നിന്ന് ഇറങ്ങിപ്പോയത്. ആർക്കോ വേണ്ടിയിട്ട് ഒരു മാല ഇടുന്ന പോലെ പ്രസംഗം കഴിയുന്ന സമയത്ത് ബാബു എഴുന്നേറ്റ് അതിൻ്റെ അടുത്തേക്ക് ചെല്ലുകയും അത് മൈൻഡ് ചെയ്യാതെ ഇറങ്ങിപ്പോകുന്ന സുധീരനെ നമ്മൾ കാണുകയും ചെയ്തു. ഇതാണ് ഇന്ന് നടക്കുന്ന കാര്യങ്ങൾ UDF-നകത്ത്. സമയപരിമിതി മൂലം ഇടപെടേണ്ടി വന്നിരിക്കുകയാണ്. വളരെ നന്ദി ശ്രീ KVS ഹരിദാസ്, ഒപ്പം തന്നെ ശ്രീ SRS, PV മുരുകൻ.